ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകളും അതേ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയായ പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ രണ്ട് പോർഷനായിട്ട് എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ആദ്യത്തെ പോർഷൻ കംപ്ലീറ്റ്ലി ഇറ്റ്സ് ബേസ്ഡ് ഓൺ എവല്യൂഷൻ ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ദി നെർവ് സിസ്റ്റം. അപ്പം ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എവല്യൂഷനിലെ ടോപ്പിക്സ് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ നെർവ് സിസ്റ്റത്തിലേക്ക് പോകാം. നെർവ് സിസ്റ്റത്തിൽ വരുന്നതാണ് സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, റിഫ്ലെക്സ് ആക്ഷൻ, ദീസ് കൈൻഡ്സ് ഓഫ് തിങ്സ് ആണ് ആ ഒരു പോർഷനിൽ വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സുകൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. സോ നമുക്കറിയാം, ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ആസ് യൂഷ്വൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ലമാർക്കിസം? ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ്. നമുക്കറിയാം, എവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ ഭൂമിയിൽ ലൈഫ് ഫോംസ് എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ഈ എവല്യൂഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഒന്നാമത്തെ തിയറിയാണ്, നമ്മൾ ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ പഠിക്കുന്ന ഒരു തിയറിയാണ് ലമാർക്കിസം. അല്ലെ, ആദ്യകാലങ്ങളിൽ ജിറാഫുകൾക്ക് ഷോർട്ട് നെക്കഡ് ആയിരുന്നു. പിന്നീടാണ് ജിറാഫുകൾക്ക് എന്ത് സംഭവിച്ചു, ലോങ് നെക്കായി വന്നു എന്നാണ് ലമാർക്ക് തിയറി പറയുന്നത്. സോ ലമാർക്കിന്റെ തിയറിയിൽ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് കറക്റ്റ് എന്ന് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ലമാർക്ക് പറഞ്ഞ തിയറി ലമാർക്കിസത്തിന്റെ വേറൊരു നെയിമും കൂടിയുണ്ട്, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ലമാർക്കിസം എന്ന് മാത്രം പഠിക്കരുത്. ആ തിയറിന്റെ വേറൊരു നെയിമാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, നമുക്കറിയാം ലൈഫ് ടൈമിൽ കിട്ടുന്ന ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഞാൻ പോകുന്നില്ല, ജസ്റ്റ് അതിന്റെ ബേസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി നമുക്ക് ലേറ്റർ വീണ്ടും ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ പഠിച്ച ബേസിലാണെങ്കിൽ അക്വയർഡ് ക്യാരക്ടേഴ്സ് ആർ ഇൻഹെറിറ്റന്റ്, ആ ഒരു പോയിന്റ് എന്തിനോട് കറക്റ്റാ, ലമാർക്കിസത്തിനോട് കറക്റ്റ് ആണ്. ലൈഫ് ടൈമിൽ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ആണ് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് ലമാർക്ക് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കിയേ, ഈ തിയറിന് വേറൊരു ടേമും കൂടി വിളിക്കും, യൂസ് ആൻഡ് ഡിസ്യൂസ് ഓഫ് ഓർഗൻസ് ലീഡ്സ് ടു ചേഞ്ച്. ഓക്കെ, നമുക്ക് ഓർഗൻസ് എന്താ പറയാ, യൂസ് ഉള്ള ഓർഗൻസും യൂസ് ചെയ്യാത്ത ഓർഗൻസ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യുമെന്ന് ലമാർക്ക് പറയുന്നുണ്ട്. ആൻഡ് ദ തേർഡ് വൺ, വേരിയേഷൻസ് ആർ കോസ്ഡ് ബൈ ജനറ്റിക് റീകോമ്പിനേഷൻ. വേരിയേഷനെ കുറിച്ച് ഒരു വാക്ക് പോലും ആര് പറയുന്നില്ല, ലമാർക്ക് പറയുന്നില്ല. സോ ദാറ്റ് പോയിന്റ് ഇസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ലമാർക്കിസം. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ആണ്, ജിറാഫ് സ്ട്രെച്ചസ് ദിയർ നെക്ക് ടു റീച്ചസ് ദി ലീഫ്. ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് ലമാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ തിയറിയിലൂടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴത്ത് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയായിരിക്കും അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാം. 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 4 കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഇസ് ബി. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എടുത്തെടുത്ത് പറയുകയാണ്, നല്ല രീതിയിൽ വായിക്കുക. വായിച്ചിട്ട് അതിനോട് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രമേ നിങ്ങൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ്, ചിമ്പാൻസീസ് ആർ ക്ലോസസ്റ്റ് ലിവിങ് സ്പീഷീസ് ടു ഹ്യൂമൻ ഇൻ ടേംസ് ഓഫ് എവല്യൂഷൻ. അല്ലെ, നമ്മളുടെ സിബ്ലിംഗ് അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് റിലേറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എവല്യൂഷൻ ബേസിലാണ്. എവല്യൂഷൻ ബേസിൽ നമ്മൾ ക്ലോസ് റിലേറ്റീവ് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാം ചിമ്പാൻസിയാണ്. കാരണം നമുക്കറിയാം, ഫിസിക്കൽ അപ്പിയറൻസ് വെച്ച് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മനുഷ്യന്റെ റിലേറ്റീവ് ആണെന്ന് പറയാൻ പാടില്ല. ബിക്കോസ് ദർ ആർ സർട്ടൺ എന്താ പറയുക, മോളിക്കുലാർ സ്റ്റഡീസും നമ്മുടെ മനുഷ്യന്റെ ജീനും ചിമ്പാൻസിന്റെ ജീനും തമ്മിൽ മാച്ച് ചെയ്തിട്ട് ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, 98% ഓഫ് ഹ്യൂമൻ ജീൻസും ചിമ്പാൻസിൻസ് ജീൻസും ഏകദേശം സെയിം ആണെന്ന് തെളിയിച്ചിട്ടുണ്ട്. സോ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കിവിടെ നോക്കാം. റീസൺ 1 ഉണ്ട്, 2 ഉണ്ട്. അപ്പൊ ഇതിൽ ചിലപ്പോൾ ഈ 2 റീസൺസും കറക്റ്റ് ആവാം, ഒരെണ്ണം ശരിയാവാം, ഒരെണ്ണം തെറ്റാവും. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ദർ ഇസ് എ നോ ഡിഫറൻസ് ഇൻ ദി അമിനോ ആസിഡ്സ്. നമുക്കറിയാം, ഹീമോഗ്ലോബിനിൽ കാണുന്ന 2 ചെയിനാണ്, ആൽഫ ചെയിനും ഉണ്ട്, ബീറ്റ ചെയിനും ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു കോമൺ ആയിട്ട് പറയാം, മനുഷ്യനും ചിമ്പാൻസിയും ക്ലോസ് റിലേറ്റീവ് ആണുള്ള റീസൺ ബിക്കോസ് ഓഫ് ദി ബീറ്റ ചെയിനിലെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ചെയിൻ. ഓക്കെ, ഹീമോഗ്ലോബിൻ 2 ചെയിൻ ഉണ്ട്, ആൽഫ ചെയിനും ഉണ്ട്, ബീറ്റ ചെയിനും ഉണ്ട്. അതിൽ ബീറ്റ ചെയിനിലെ അമിനോ ആസിഡ്സിന്റെ സീക്വൻസും മനുഷ്യന്റെയും ചിമ്പാൻസിന്റെയും കമ്പയർ ചെയ്തപ്പോൾ ദർ ഇസ് നോ ഡിഫറൻസ്. ഒരു ഡിഫറൻസ് അവിടെ കാണിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ, മനുഷ്യന്റെ ഹീമോഗ്ലോബിനിലെ ബീറ്റ അമിനോ ആസിഡ് സീക്വൻസും ഇതേപോലെ തന്നെ ഹ്യൂമൻ്റെതും ഏകദേശം സിമിലർ ആണ്.
ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ രണ്ടിലും തന്നേക്കുന്നത്. നന്നായിട്ട് വായിക്കാം. ഇവിടെ ആൽഫ ചെയിൻ ആണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്ത് ബീറ്റ ചെയിൻ ആണ്. സോ റീസൺ 1 കറക്റ്റ് ആണോ? അല്ല, റീസൺ 2 ആണ് കറക്റ്റ്, റീസൺ 1 തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് നോക്കാം. ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ, റീസൺ ഇസ് ഫോൾസ്, 1 ഇസ് ഫോൾസ്. അപ്പൊ ആ കൈൻഡ് ഓഫ് എന്താ പറയുക, ആ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ നല്ല രീതിയിൽ നിങ്ങൾ വായിക്കുക, അതിലേതാണെന്ന് ഉറപ്പിച്ച് നോക്കാം. നമുക്കറിയാം റീസൺ 1 തെറ്റാണ്, റീസൺ 2 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് ദി ആൻസർ. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളോട് അത് വാലുവേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എഴുതാൻ പറയും. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം എവല്യൂഷൻ നടന്നിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതിന് മെയിൻ റീസൺ എന്താ? ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് ഫോസിൽസ് നമുക്ക് ഭൂമിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അല്ലെ? ഇപ്പൊ ഒരു ക്രൈം നടന്നാലും ഒരു ക്രൈമിനെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആളെ നമ്മൾ ഒരിക്കലും ജയിലിൽ വിടും ഇല്ല. അയാൾക്കെതിരെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അയാളെ കൾപ്രിറ്റ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതേപോലെ എവല്യൂഷൻ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദർ ഇസ് സോ മെനി ഫോസിൽസ് ആർ പ്രസന്റ് ഇൻ അവർ എർത്ത്. നമ്മൾ ഭൂമിയിൽ ഇഷ്ടംപോലെ ഫോസിൽസ് കിട്ടുന്നുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. The study of fossils helps understand the relation between the organism. വളരെ കറക്റ്റ് ആയിട്ടൊരു ആൻസർ, എന്താ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ആർക്കിയോപെട്രിക്സ് ആൻഡ് മാമത്ത് ഇൻ ദി ഫോസിൽ സ്റ്റഡീസ്? നമ്മളുടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന 2 സ്പീഷീസുകളാണ്, ദാറ്റ് ഈസ് ആർക്കിയോപെട്രിക്സും അതേപോലെ തന്നെ മാമത്തും. ഓക്കെ, നമുക്കറിയാം ആർക്കിയോപെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ലിങ്ക് ഓഫ്, ഇതൊരു നമ്മൾ ലുക്ക് വൈസ് നോക്കുമ്പോൾ ഒരു ബേർഡ് ആണ്, പക്ഷെ റെപ്റ്റൈലിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവും. നല്ല എന്താ പറയുക, ക്രോക്കഡൈൽ പോലത്തെ നല്ല ഷാർപ്പ് ടീത്തും നല്ല കോണിഫൈഡ് ബോൺസും ഇതൊക്കെ ഉള്ള ഒരു ഫീച്ചറാണ് ആർക്കുള്ളത്? ഈ പറയുന്ന ആർക്കിയോപെട്രിക്സ്. സോ ആർക്കിയോപെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 സ്പീഷീസിന്റെ, 2 സ്പീഷീസിന്റെ ലിങ്ക് ആണ് ആര്? ആർക്കിയോപെട്രിക്സ്. ദാറ്റ് ഈസ് റെപ്റ്റൈൽസിന്റെ ഫീച്ചേഴ്സും ഉണ്ട്, ബേർഡ്സിന്റെ ഫീച്ചേഴ്സും ഉള്ള ഒരു ജീവിയാണ് ആര്? ആർക്കിയോപെട്രിക്സ്. ക്ലിയർ ആണല്ലോ? ഈ ആർക്കിയോപെട്രിക്സിന്റെ ഫോസിൽ സൂചിപ്പിക്കുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ, അല്ലെ കണക്ഷൻ ബിറ്റ്വീൻ സ്പീഷീസുള്ള ഒരു കോമ്പിനേഷനാണ്. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ മാമത്ത്, നമുക്ക് എല്ലാവർക്കും ഈ ഒരു സ്പീഷീസിന് നമുക്ക് ഐസേജ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, അല്ലെ? നല്ല നീളൻ കൊമ്പുള്ള ഒരാളാണ്. ഈ ആനന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോഡി മൊത്തം നല്ല തിക്ക് ഫെർ ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അവർക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ക്ലൈമറ്റിന് അഡാപ്റ്റ് ചെയ്യാനുള്ള എന്താ പറയുക ഫീച്ചറാണ് അവർക്കുള്ളത്. ഓക്കെ, പക്ഷേ ഇന്ന് ഈ മാമത്ത് ഇന്ന് ഭൂമിയിലില്ല. കാരണം ഇവരൊരിക്കൽ ഭൂമിയിൽ ഉണ്ടായിരുന്നു, ഇന്ന് ഇവരുടെ എന്തില്ല, ഒരു ഫോസിൽ കിട്ടിയതിന്റെ ബേസിൽ ഈ മാമത്ത് ഇന്ന് ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഈ മാമത്ത് എന്താ സൂചിപ്പിക്കുന്നത്? മാമത്ത് എന്ന് പറയുന്ന സ്പീഷീസ് ഇന്ന് ഭൂമിയിൽ ഇല്ല, പക്ഷെ ഒരിക്കൽ അവർ ഉണ്ടായിരുന്നു. സോ ഇതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ മാമത്തിന്റെ ഫീച്ചേഴ്സ് പറയാം, അതേപോലെ തന്നെ ആർക്കിയോപെട്രിക്സിന്റെ ഫീച്ചേഴ്സും എഴുതാം. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്കിനി ഒരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കറിയാം അല്ലെ, എവല്യൂഷൻ ബേസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ സബ് ഫീൽഡുകൾ വന്നിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്, എവല്യൂഷനിൽ തന്നെ പഠിക്കുന്ന ഒരു ഫീൽഡാണ് പാലിയന്റോളജി, അല്ലെ? ഫോസിൽസിന്റെ സ്റ്റഡീനെ വിളിക്കുന്ന പേരാണ് പാലിയന്റോളജി. അങ്ങനെയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഫീൽഡ് ഇസ് യൂസ് എവല്യൂഷണറി കോൺസെപ്റ്റ് ഇൻ ഹെൽത്ത് കെയർ? ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള എവല്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഫീൽഡിന്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ പറയാം ദാറ്റ് ഈസ് എവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ. എവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ ആണ് അത് റിലേറ്റഡ് വരുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? അതേപോലെ തന്നെ ഒരു പേഴ്സൺസ് ജീനെ കുറിച്ചും ഫാമിലി ജനറ്റിക് ഹിസ്റ്ററീസും കൂടി പഠിക്കുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ. നമുക്ക് വേണമെങ്കിൽ എന്തും കൂടി പറയാം, ജെനറ്റിക്സ് എന്നും കൂടി പറയാം. എന്ന് പറയാം, ജെനറ്റിക്സ്. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നല്ല രീതിയിൽ ഈ ഒരു പോർഷൻസ് ഒക്കെ ടെക്സ്റ്റ് ബുക്കിന്റെ കോർണേഴ്സിലാണ് ഇതൊക്കെ കാണുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ അറിയില്ല, മുക്കും മൂലയും തോണ്ടിയും മാന്തിയും പഠിക്കുക. അതേപോലെ തന്നെ എല്ലാ പോർഷൻസും എല്ലാ പോയിന്റ്സും വളരെ വൃത്തിയായി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തീർക്കുക. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കറിയാം നമ്മളൊരു ട്രീ പഠിക്കുന്നുണ്ട്, അല്ലെ? മനുഷ്യൻ വരുന്ന ഒരു മെയിൻ കോമൺ പോയിന്റ് ആണ്, ബ്രാഞ്ച് ആണ് പ്രൈമേറ്റ്സ്. 2 കാലിൽ നിൽക്കുന്ന സ്പീഷീസുകളെ നമുക്ക് പ്രൈമേറ്റ്, ബൈപെഡലിസം കാണിക്കുന്ന ആൾക്കാർ വരുന്ന ഒരു ഗ്രൂപ്പാണ് എന്ത്? പ്രൈമേറ്റ്സ്. ഈ പ്രൈമേറ്റ്സിൽ വരുന്ന ഒരു കോമൺ ഗ്രൂപ്പ് ഉണ്ട്, അല്ലെ? പ്രൈമേറ്റ്സിന്റെ തന്നെ ഒരു ബ്രാഞ്ച് ആയിട്ട് വരുന്നതാണ് എ. അതിന്റെ തന്നെ 2 സബ് ബ്രാഞ്ചസ് ആണ് എയും ബി, എ ആൻഡ് ബി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് മനുഷ്യന്റെ എവല്യൂഷൻ ട്രീ ആണ് നമുക്കിത് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻറ്റയർ പേജ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് പഠിക്കണം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണെങ്കിൽ
ഐഡന്റിഫൈ എ ആൻഡ് ബി. എയും ബിയും എന്തായിരിക്കും മക്കളെ? യെസ്, ദാറ്റ് ഈസ് എ വരുന്നതാണ് കോമൺ പോയിന്റ് ആന്ത്രോപോയിഡിയ. ഓക്കെ, ഈ ആന്ത്രോപോയിഡിയയിൽ വരുന്ന രണ്ട് കോമൺ ബ്രാഞ്ചസ് ആണ്. ഒന്ന് ഇവിടെ തന്നിട്ടുണ്ട് സെർക്കോപെത്തിക്കോയിഡിയ ആൻഡ് രണ്ടാമത്തെ വരുന്നതാണ് എന്ത്? ഹോമിനോയിഡിയ. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സെർക്കോപെത്തിക്കോയിഡിയയിൽ വരുന്ന ഒരേ ഒരു സ്പീഷീസിൽ മാത്രമേ വരുന്നുള്ളൂ, ദാറ്റ് ഈസ് മങ്കി. മങ്കീസിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സെർക്കോപെത്തിക്കോയുടെ ഫീച്ചേഴ്സ് ഇപ്പൊ തന്നെ പഠിക്കാം. ഇവർക്ക് സ്മോൾ സൈസ്ഡ് ബ്രെയിൻ ആയിരിക്കും, സ്മോൾ സൈസ്ഡ് ബ്രെയിൻ. അതേപോലെ തന്നെ ഇവർക്ക് എന്തുണ്ട്? ടെയിൽ ഉണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഡിഡ് ഹ്യൂമൻ ഇവോൾവ് ഫ്രം മങ്കീസ്? അല്ലെ, നമ്മൾ ആദ്യം മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് മനുഷ്യൻ ഇവോൾവ് ആയിരിക്കുന്നത് മങ്കീൽസ് നിന്നിട്ടാണോ? ആണോ? നമുക്ക് നോക്കാം. പ്രൈമേറ്റ്സ്, നമ്മൾ ഹൊമിനീഡിയയിലാണ് നമ്മൾ വരുന്നത്. മാൻ വരുന്നത് ഹൊമിനീഡിയയിലാണ്. ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് ലാർജ് ബ്രെയിൻ ആണ്. ഇവർക്ക് എന്തില്ല? നോ ടെയിൽ. മങ്കീസിന് എന്തുണ്ട്? ടെയിലും ഉണ്ട്. എന്തുകൊണ്ട്? സ്മോൾ ബ്രെയിൻസും ഉണ്ട്. സോ നിങ്ങൾ ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമായി. കോമൺസ്, അതായത് ഈ പറയുന്ന മനുഷ്യൻസ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് രണ്ടുപേർ, മങ്കീസും അതേപോലെ തന്നെ മനുഷ്യനും കോമൺ ആയിട്ട് ഇവോൾവ് ചെയ്യുന്ന കോമൺ ഷെയർഡ് ആൻസിസ്റ്റർ, പൂർവികർ. ആൻസിസ്റ്ററിന്റെ ടേം പഠിക്കുക, പൂർവികർ. ഇവർ രണ്ടുപേരും കൂടി കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരേ ഒരു സ്പീഷീസ് ആണ്, ദാറ്റ് ഈസ് ആന്ത്രോപോയിഡിയ. പക്ഷെ സർട്ടൻ ഫീച്ചേഴ്സ് വെച്ചിട്ട് ഈ ആന്ത്രോപോയിഡിയ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് വീണ്ടും സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അതിൽ തന്നെ സെർക്കോപെത്തിക്കോയിഡിയയിലാണ് ആര് വരുന്നത്? മങ്കീസും വരുന്നത്. മങ്കീസിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പക്ഷെ മാൻ ഈ ഫീച്ചേഴ്സ് ഇല്ലാത്തത് കൊണ്ട് മനുഷ്യൻ വരുന്നത് ഏത് ഗ്രൂപ്പിലാ? ദാറ്റ് ഈസ് ഹോമിനോയിഡിയ. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി നോ, എന്താ, മങ്കീസിൽ നിന്നെല്ലാം മനുഷ്യൻ ഇവോൾവ് ചെയ്തത്. പക്ഷെ റീസൺ പറയാം, ദേ ഷെയർഡ് ക്യാരക്ടേഴ്സ്. അവരൊരു ക്യാരക്ടേഴ്സ് ഷെയർ ചെയ്യുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സ് വരുന്നത് മെയിൻ ഗ്രൂപ്പാണ് എന്ത്? ആന്ത്രോപോയിഡിയ. പക്ഷെ സർട്ടൻ ഫീച്ചേഴ്സ് വെച്ച് വരുമ്പോൾ മനുഷ്യൻ വരുന്നത് ഏത് കാറ്റഗറിയിലാണ്? ഹൊമിനീഡിയയിലും അതേപോലെ തന്നെ മങ്കീസ് വരുന്നത് സെർക്കോപെത്തിക്കോയിഡിയയിലുമാണ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ കമ്പയർ ചെയ്യാൻ വരും. ദാറ്റ് ഈസ് ഹൊമിനീഡിയയിൽ വരുന്ന ആൾക്കാരുടെ പേര് ഇതൊക്കെയാണ്. അതേപോലെ തന്നെ സെർക്കോപെത്തിക്കയിൽ മങ്കി ഉണ്ടെങ്കിൽ ഹൊമിനോയിഡിയയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെ? ഗിബോൺ, ഗൊറില്ല, മാൻ, ചിമ്പാൻസി, ഇവരൊക്കെയാണ് അതിലും വരാം. സോ ഈ ഒരു കാറ്റഗറി വെച്ചിട്ട് വീണ്ടും ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം പ്രകൃതി തീരുമാനിക്കും, അല്ലെ? എല്ലാത്തിനും ഒരു റൂൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പ്രകൃതി സെലക്ട് ചെയ്യും എങ്ങനത്തെ പേഴ്സൺസിനെ, ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ പ്രകൃതി സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് സർവൈവ് ചെയ്ത ആൾക്കാരാണ് പുതിയ പുതിയ ഓർഗാനിസത്തിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ഏത് തിയറിയാ? യെസ്, നാച്ചുറൽ സെലക്ഷൻ തിയറി. ചാൾസ് ഡാർവിൻ പ്രൊപ്പോസ് ചെയ്തതാണ് ഈ ഒരു തിയറി. പക്ഷേ ഇദ്ദേഹം പ്രൊപ്പോസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക ക്രിറ്റിസൈസ് ചെയ്യേണ്ടി വന്നു. കാരണം ഇദ്ദേഹം പറഞ്ഞ കുറച്ച് ഫീച്ചേഴ്സ്, ഡാർവിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് അന്നത്തെ കാലത്ത് സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തില്ല? ആക്സെപ്റ്റ് ചെയ്തില്ല. സോ അത് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ദി ക്വസ്റ്റ്യൻ ഇസ് ഡാർവിൻസ് തിയറീസ് ഓഫ് എവല്യൂഷൻ ഹാസ് കം അണ്ടർ ക്രിറ്റിസൈസ്. ഓക്കെ, ക്രിറ്റിസൈസ് ചെയ്തപ്പെട്ടു. അതിന് വൈ വാസ് ഡാർവിനിസം കം അണ്ടർ ക്രിറ്റിനിസ്? ഓക്കെ, എന്തുകൊണ്ടിട്ടായിരിക്കും ക്രിറ്റിസൈസ് ചെയ്യാൻ വേണ്ടി ഈ തിയറി വന്നത്? നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാം. ഡാർവിൻ ഒരിക്കലും എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല? ഒന്ന്, ഇൻഹെറിറ്റൻസ്, പാരമ്പര്യത്തിനെ കുറിച്ച് ഒരു കാര്യം പോലും ആർക്കറിയില്ല? ഡാർവിൻ അറിയില്ല. അതേപോലെ തന്നെ വേരിയേഷൻസിനെ കുറിച്ച് ഇദ്ദേഹത്തിന് ഒരു നോളജും ഇല്ല. പക്ഷേ നമ്മൾ തിയറിയിൽ പഠിക്കുന്നുണ്ട്, നല്ല വേരിയേഷൻസ് ഉള്ള ആൾക്കാർ മാത്രം സർവൈവ് ചെയ്യുള്ളൂ എന്ന് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. പക്ഷേ ചാൾസ് ഡാർവിന് എന്താണ് വേരിയേഷൻ എന്ന് പോലും അറിയില്ല. സോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഡാർവിനിസം തിയറി ക്രിറ്റിസൈസ് ചെയ്യപ്പെട്ടത്. ക്ലിയർ ആണല്ലോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിയോ ഡാർവിനിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഈ ഡാർവിൻ പറയാത്ത ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡാർവിന്റെ തിയറിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു. ആ തിയറിനെ വിളിക്കുന്ന പേരാണെന്ത്? നിയോ ഡാർവിനിസം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഡിസ്കവറീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്സ് ഹാവ് മെയ്ഡ് ഡാർവിൻ റാഷണലൈസ്ഡ്, അല്ലെ? പിന്നീട് ഏതൊക്കെ ഫീൽഡാണ് മെയിൻ ആയിട്ട് വരുന്നത്? നമുക്കറിയാം പാലിയന്റോളജി വന്നു, അല്ലെ? പാലിയന്റോളജിക്കൽ ഫീൽഡ് വന്നു. എൻവയോൺമെന്റൽ സയൻസിനെ കുറിച്ച് പഠിച്ചു. അതേപോലെ തന്നെ പോപ്പുലേഷൻ ജെനറ്റിക്സ്. ഈ പുതിയ ഫീൽഡുകളും പിന്നെ ജീനെ കുറിച്ച് പഠിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഡാർവിന്റെ തിയറിനെ മോഡിഫൈ ചെയ്ത് എന്താക്കി മാറ്റിയത്? നിയോ ഡാർവിനിസം ആക്കി മാറ്റിയത്. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
നമുക്കറിയാം ഈ ഒരു ഫിഗർ ഒരിക്കലും നിങ്ങൾ മറക്കരുത്. നമ്മൾ ആദ്യകാലം മുതലേ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ഒരു കഥയാണ് അല്ലെ. ആദ്യകാലങ്ങളിൽ ജിറാഫുകൾക്ക് ഷോർട്ട് നെക്കഡ് ആയിരുന്നു. പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു? ഷോർട്ട് നെക്ക് വലുതായി ലോങ് നെക്കായി മാറിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. മീൻസ് തിയറി വൈസ് നമ്മൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വസിക്കുന്നുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് നമുക്ക് ഈ ഒരു പിക്ചർ അറിയാം അല്ലെ. നമ്മളുടെ ലമാർക്ക് പറഞ്ഞ ഒരു തിയറിയാണ് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്. നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇത് ഡിസ്കസ് ചെയ്യാം. മക്കളെ, നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക എന്താണ് അക്വേർഡ് ക്യാരക്ടർ. നമുക്ക് ലൈഫ് ടൈമിൽ കിട്ടുന്ന ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് അക്വേർഡ് ക്യാരക്ടർ. ലൈഫ് ടൈമിൽ കിട്ടുന്ന ക്യാരക്ടേഴ്സ് ഒരിക്കലും മറക്കരുത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ മസിൽസ് ഒന്നുമില്ല അല്ലെ. അത് നമ്മൾ ലൈഫ് ടൈമിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നേടിയെടുക്കുന്ന ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് അക്വേർഡ് ക്യാരക്ടേഴ്സ്. ആ തിയറിയാണ്, ആ കൺസെപ്റ്റ് ആണ് നമ്മുടെ ലമാർക്കിസത്തിന്റെ പ്രിൻസിപ്പിൾ. അത് മറക്കരുത്. നെയിം ദ പ്രിൻസിപ്പിൾ ഓഫ് ലമാർക്കിസം ചോദിച്ചാൽ നിങ്ങൾ പറയാ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ. നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് തന്നെ പഠിക്കാം. ആദ്യ കാലങ്ങൾക്ക് ജിറാഫുകൾക്ക് ഷോർട്ട് നെക്കഡ് ആയിരുന്നു. ബിക്കോസ് അവർ ആ സമയത്ത് കഴിച്ചിരുന്നതെല്ലാം നിലത്തുണ്ട ഫുഡായിരുന്നു അവർ കഴിച്ചിരുന്നത്. പിന്നീട് ഈ ഫുഡുകളൊക്കെ തീർന്നതിന് ശേഷം ഫുഡ് സ്കേർസിറ്റി വന്നതിന് ശേഷം ആ സമയത്ത് ഉണ്ടായിരുന്ന ഷോർട്ട് നെക്ക് ജിറാഫുകൾ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? കഴുത്ത് സ്ട്രെച്ച് ചെയ്ത് ടോൾ ട്രീസിലേക്ക് പിടിച്ചു കയറാൻ തുടങ്ങി. അപ്പോൾ ലമാർക്ക് പറയുന്ന ഒരു തിയറി ഇതാണ്, അക്വേർഡ് ക്യാരക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. അക്വേർഡ് ക്യാരക്ടേഴ്സ് ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്യുമെന്നാണ് ആര് പറയുന്നത്? ലമാർക്ക് പറയുന്നത്. ഇത് ശരിക്കും ശരിയാണ്. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ജനിക്കുമ്പോൾ എനിക്ക് എന്തില്ല? മസിൽസ് ഇല്ല. ഞാൻ അത് ലൈഫ് ടൈമിൽ നേടിയെടുത്ത ക്യാരക്ടറാണ് എന്ത്? ഈ പറയുന്ന ബോഡി ബിൽഡ് ചെയ്തെടുത്ത്. ഇനി ഈ ബോഡി ബിൽഡ് ചെയ്തെടുത്ത് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ജനിക്കുമ്പോൾ തന്നെ അവർക്ക് ബോഡിയിൽ എന്തുണ്ടാവും? മസിൽസ് ഉണ്ടാവോ? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള മസിൽസ് ഉണ്ടാവോ? ഇല്ല. അപ്പൊ അവിടെ നിങ്ങൾ പഠിക്കുക, എനിക്ക് മസിൽസ് ഉണ്ടായത് ഞാൻ ലൈഫ് ടൈമിൽ നേടിയെടുത്തതാ. ഒരിക്കലും അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യില്ല? ഇൻഹെറിറ്റ് ചെയ്യില്ല. ആ ഒരു പോയിന്റ് ആണ് ഇതിൽ നിന്ന് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. പക്ഷേ ലമാർക്ക് പറഞ്ഞത് ഇതാണ്, അക്വേർഡ് ക്യാരക്ടേഴ്സ് ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്താണ് ജിറാഫുകൾക്ക് ലോങ് നെക്ക് ഉണ്ടായെന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ. പിന്നീട് ലമാർക്കിന്റെ തിയറി തള്ളിക്കളയുക ചെയ്തത്. ബിക്കോസ് നമുക്കറിയാം ക്യാരക്ടേഴ്സ് പാസ് ചെയ്യുന്ന എന്തിലൂടെയാ മക്കളെ? ജീനിലൂടെ അല്ലേ. സോ അക്വേർഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല? നോട്ട് ഇൻഹെറിറ്റഡ്. ഇതാണ് ലമാർക്കിന്റെ അക്വേർഡ് ക്യാരക്ടർ. AC, that is acquired character do not inherited. ആ ഒരു പോയിന്റ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇത് ലമാർക്ക് പറയുന്നത് എന്താ? പാസ് ചെയ്യും. അതുകൊണ്ടിട്ടാണ് ജിറാഫുകൾക്ക് കഴുത്ത് നീണ്ടാന്ന് പറയാം. മക്കൾ ഒന്നൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളുടെ പൂർവികരെല്ലാവരും നല്ല പണിയെടുക്കുന്നതും അവർ നല്ല രീതിയിൽ കൈയും കാലൊക്കെ സ്ട്രെച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും എന്ത് ചെയ്യേണ്ടതാണ്? നമ്മളുടെ കൈയും കാലും നല്ല രീതിയിൽ ലെങ്ത് ആയി പോകേണ്ടതല്ലേ. സോ ഒരിക്കലും അക്വേർഡ് ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യില്ല? ഇൻഹെറിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ലമാർക്കിന്റെ തിയറി കംപ്ലീറ്റ്ലി ഡിസ്പ്രൂവ് ആണ് ചെയ്തത്, തള്ളിക്കളയാണ് ചെയ്തത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ തരുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം പ്രിൻസിപ്പിൾ പഠിക്കുക. ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടർ ആണ്. എന്നിട്ട് അതിന്റെ സബ് ടോപ്പിക്സ് പഠിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ. നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം നമ്മൾ ഈ ചാപ്റ്ററിന്റെ 2 സെക്ഷൻ ആയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ എവല്യൂഷൻ പഠിക്കുക. തൊട്ട് താഴെ നമ്മൾ ഇനി പഠിക്കുന്ന നെർവ് സിസ്റ്റം ആണ്. നെർവ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ഒരാളാണ് ആര്? ബ്രെയിൻ. ഓക്കെ, ബ്രെയിൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആ പിക്ചർ നന്നായിട്ട് ലേബിൾ ചെയ്ത് തന്നെ വരച്ച് പഠിക്കുക. എക്സാമിന് അത് റീഡ്രോ ചെയ്യിക്കും. റീഡ്രോന് തന്നെ ഒരു മാർക്ക് ഉണ്ട്. കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യുന്നതിനും ഒരു മാർക്ക് ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പൊ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. നമുക്കറിയാം ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം സ്കള്ളിന്റെ ഉള്ളിലാണ് അല്ലെ. ഈ സ്കള്ളിന്റെ ഉള്ളിൽ തന്നെ 3 ലെയേഴ്സ് ഉണ്ട്. ഇതാണ് നമ്മളുടെ സ്കള്ളിനെ കവർ ചെയ്യുന്ന 3 ലെയേഴ്സിനെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. എന്താ വിളിക്കുക? മെനിഞ്ചസ്. ഓക്കെ, ഈ മെനിഞ്ചസ് നമുക്ക് 3 ലെയർ ആയിട്ട് പഠിക്കാം. ഔട്ടർ ഉണ്ട്, ഇന്നർ ഉണ്ട്, മിഡിൽ ഉണ്ട്. ഈ 3 ലെയർ ആയിട്ട് പഠിക്കാം. ഈ 3 ലെയറിന്റെ ഇടയിലൂടെ ഒരു ഫ്ലൂയിഡ് അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. മറക്കരുത്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിക്കാം. നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലെ പ്രൊട്ടക്ട് ഇഞ്ചുറീസ്, എക്സ്റ്റേണൽ ഇഞ്ചുറീസ് നിന്ന് പ്രിവെന്റ് ചെയ്യാനും
പ്രഷർ റെഗുലേറ്റ് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ ന്യൂട്രിയൻസ് ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ ന്യൂട്രിയൻസിനും സപ്ലൈ ചെയ്യുന്ന ഒരു ഫ്ലൂയിഡും കൂടിയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് ഓക്കെ എ in which cell in the nerve cells play important role in the formation of this fluid. ഈ ഫ്ലൂയിഡ് നമുക്കറിയാം നെർവ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെർവ് സിസ്റ്റത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ന്യൂറോൺസ് ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ന്യൂറോൺസ് കൂടാതെ വേറെ ഗ്രൂപ്പ് ഓഫ് സെൽസുകൾ ഉണ്ട്. ന്യൂറോഗ്ലിയൽ സെൽസ് എന്ന് അവർ വിളിക്കുക. നെർവ് സിസ്റ്റത്തിൽ കാണുന്ന സെൽസുകൾ മൊത്തം വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ആ ന്യൂറോഗ്ലിയൽ സെൽസിൽ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ സെല്ലിന്റെ പേരാണ് ദാറ്റ് ഈസ് എപ്പൻഡൈമൽ സെൽസ്. എന്താ വിളിക്കുക? എപ്പൻഡൈമൽ സെൽസ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നെയിം അതർ ടൈപ്പ് ഓഫ് സെൽസ് സീൻ ഇൻ ദി നെർവ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു എക്സാമ്പിൾ നമ്മൾ പഠിച്ചു എപ്പൻഡൈമൽ സെൽസ്. കൂടാതെ വേറെയും കുറച്ച് സെൽസുകൾ ഉണ്ട് അല്ലെ? ഏതൊക്കെയാ അത്? നമുക്കറിയാം ആസ്ട്രോസൈറ്റ്സ് ഉണ്ട്. ആസ്ട്രോ മീൻസ് സ്റ്റാർ എന്ന അർത്ഥം. സ്റ്റാറിന്റെ ഷേപ്പിൽ കാണുന്ന സെൽസ് ആയതുകൊണ്ടിട്ടാണ് ഇതിനെ ആസ്ട്രോസൈറ്റ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിനെയാണ് ഉദ്ദേശിക്കുക. അതേപോലെ തന്നെ വേറെയാണ് നമുക്ക് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, എപ്പൻഡൈമൽ സെൽസ് എക്സെട്ര. ഈ ടൈപ്പ് ഓഫ് സെൽസ് ആണ് അവിടെ കാണുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെയിം ക്വസ്റ്റ്യൻ തന്നെ, നമ്മൾ ബ്രെയിൻ പഠിക്കുന്നതുകൊണ്ട് തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ബ്രെയിനിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ബ്രെയിൻ റിലേറ്റഡ് ഒരു പ്രോബ്ലം നമ്മൾ നോക്കി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്രെയിൻ പഠിക്കുമ്പോൾ നിങ്ങൾ ആ സ്ട്രക്ചർ എവിടെയാണ് കറക്റ്റ് ലേബിൾ ചെയ്തേക്കുന്നത് അത് നിങ്ങൾ മറക്കാതെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ അത് വരച്ച് തന്നെ ലേബിൾ ചെയ്ത് പഠിക്കുക. കാരണം വരച്ച് ലേബിൾ ചെയ്ത് ഫങ്ഷൻസ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ നമുക്ക് ഓൾറെഡി പിക്ചർ ലേബിൾ ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ഈ തന്നിരിക്കുന്ന പിക്ചറിൽ ലേബിളിംഗിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം സെറിബ്രം ഇസ് ദി കറക്റ്റ് ആയിട്ടാണ് ലേബിൾ ചെയ്തേക്കുന്നത്. മിഡ് ബ്രെയിനും അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ടാണ് ലേബിൾ ചെയ്തേക്കുന്നത്. പക്ഷേ തലാമസിന്റെയും മെഡുല്ലന്റെയും പൊസിഷൻ ഇതല്ല. ഓക്കെ, ഇത് തെറ്റാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തലാമസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് തലാമസ് വരാ. പിന്നെ ഈ പറയുന്ന താഴത്താണ് മെഡുല്ല ഒബ്ലാങ്കട്ടയും വരാം. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗങ്ങൾ ഏതായിരിക്കും? അതായത് മെഡുല്ല ഒബ്ലാങ്കട്ട ഇവിടെ തെറ്റാണ്. അവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ആളാണ് ആര്? നമ്മളുടെ സെറിബെല്ലം. എന്താ വിളിക്കുക? സെറിബെല്ലം. ക്ലിയർ ആണല്ലോ? ഇനി ഇപ്പുറത്ത് തലാമസ് അല്ല, തെറ്റാണ് തലാമസ് മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, അവിടെ വരുന്ന പോർഷൻ ആണ് നമ്മളുടെ പോൺസ്. എന്താ വിളിക്കുക? പോൺസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എല്ലാ പിക്ചറും കറക്റ്റ് ആവണം എന്നില്ല. ചിലപ്പോൾ തെറ്റിച്ച് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ അതിൽ കൂടുതലും പിക്ചേഴ്സ് തരാം. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഫങ്ഷൻസ് ഏതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ആദ്യത്തേത് പോൺസ് ആണെങ്കിൽ പോൺസിന്റെ ഫംഗ്ഷൻ ഇതാണ്. നമ്മളുടെ മസിൽസിന്റെ അല്ലെങ്കിൽ കണ്ണിന്റെ മൂവ്മെന്റും മസിൽസിന്റെ മൂവ്മെന്റും നമ്മളെ ബ്രീത്തിങ്, റേറ്റ് ഓഫ് വെന്റിലേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ആര്? നമ്മളുടെ പോൺസ്. ക്ലിയർ ആണല്ലോ? കൺട്രോൾസ് നമ്മളുടെ മസ്കുലാർ മൂവ്മെന്റ്സും റേറ്റ് ഓഫ് വെന്റിലേഷനും. ഇനി സെറിബെല്ലം നമുക്കറിയാം ഇറ്റ് ഇസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. ഒരിക്കലും നിങ്ങൾ ആ ഒരു പോയിന്റ് ഫംഗ്ഷൻ ആക്കി എഴുതരുത്. ബിക്കോസ് സെക്കൻഡ് പാർട്ട് ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഭാഗം, അത് ഒരു കോമൺ പോയിന്റ് ആണ്. പക്ഷെ ഫംഗ്ഷൻ അല്ലത്. ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് നമുക്കറിയാം, നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കും. നമ്മൾ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇയറിലെ ഈ പറയുന്ന നമ്മളുടെ വെസ്റ്റിബുലാർ സിസ്റ്റം നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഈ 3rd ചാപ്റ്ററിൽ തന്നെ നമുക്ക് ബോഡി ബാലൻസ് ചെയ്യുന്നത് ബ്രെയിനിലെ ഒരാളാണ്. ദാറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദി ബോഡി ബാലൻസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് ആര്? സെറിബെല്ലം. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്കറിയാം മെഡുല്ല ഒബ്ലോങ്കട്ടന്റെ എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് സ്പൈനൽ കോഡ്. എന്താ വിളിക്കുക? സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡും ഇതേപോലെ തന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. നമ്മുടെ വേർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ സ്പൈനൽ കോഡ് കാണുന്നത്. അപ്പൊ ബ്രെയിൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തും കൂടി പഠിക്കാം, സ്ട്രക്ചർ ഓഫ് സ്പൈനൽ കോഡും കൂടി പഠിക്കാം. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നമുക്ക് ഡയറക്റ്റ് 2 ക്വസ്റ്റ്യനാണ് വന്നേക്കുന്നത്. എയും ബിയും എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ എ നമുക്കറിയാം ദാറ്റ് ഈസ് സെൻട്രൽ കനാൽ. എ വരുന്നത് സെൻട്രൽ കനാലും ബി വരുന്നത് ദാറ്റ് ഈസ് സ്പൈനൽ നെർവ്. ബി വരുന്നത് സ്പൈനൽ നെർവ്. ഇനി ബി ക്വസ്റ്റ്യൻ അറിയാം, നമുക്ക് ബ്രെയിനിൽ മാത്രമല്ല സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉള്ളത്. ബ്രെയിനിന്റെ എക്സ്റ്റൻഷനെ വിളിക്കുന്ന പേരാണ് നമ്മൾ സ്പൈനൽ കോഡ്. സോ ബ്രെയിനിൽ കാണുന്ന അതേ ഫ്ലൂയിഡ് എവിടെ ഉണ്ടാവും? നമ്മുടെ സ്പൈനൽ കോഡിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഫ്ലൂയിഡിനെ നമുക്ക് എന്ത് തന്നെ വിളിക്കാം? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ക്ലിയർ ആണല്ലോ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ആണ് ഇവിടെയും കാണുന്നത്. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എന്തൊക്കെയായിരുന്നു അതിന്റെ ഫംഗ്ഷൻസ് മക്കളെ? നമ്മൾ പറഞ്ഞു നമ്മളുടെ
ബ്രെയിനിലേക്കും നമ്മളുടെ അതേപോലെ തന്നെ സ്പൈനൽ നെർവ്സിൽ സ്പൈനൽ കോഡിലേക്കും വേണ്ടിയിട്ടുള്ള ഓക്സിജനും ന്യൂട്രിയൻസിനും സപ്ലൈ ചെയ്യാം, വേസ്റ്റിനെ റിമൂവ് ചെയ്യാം, പ്രഷർ റെഗുലേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് അതിന്റെ ഫങ്ഷൻസ്. ഓക്കെ, നമുക്ക് സി ക്വസ്റ്റ്യൻ ആണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ദാറ്റ് ഇസ് സി ക്വസ്റ്റ്യൻ. കുറച്ച് ശ്രദ്ധിക്കുക. ഹൗ ബി പാർട്ട്, നമുക്കറിയാം ബി പാർട്ട് എന്ന് പറഞ്ഞാൽ ആരാ? ബി പാർട്ട് വരുന്നത് നമ്മളുടെ സ്പൈനൽ നെർവാണ്. ഈ സ്പൈനൽ നെർവ് എങ്ങനെയാ ഉണ്ടാവാന്നാ ചോദിച്ചേക്കുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഏതൊക്കെയാ? 2 കനാൽസ്, 2 മെയിൻ നെർവുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സ്പൈനൽ നെർവ് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഈ കാണുന്ന നെർവ് അല്ലെ, ഈ കാണുന്ന നെർവും ബാക്കിൽ കാണുന്ന ഈ 2 നെർവും. ഓക്കെ, ഇവരെ വിളിക്കുന്ന പേരാണ് എന്തോ? ഒന്ന് ഡോർസൽ റൂട്ട്. ഫ്രണ്ടിൽ കാണുന്ന നെർവ്സിനെ വിളിക്കുന്ന പേരാണ് ഡോർസൽ റൂട്ട്, ബാക്കിൽ കാണുന്ന നെർവ്സിനെ വിളിക്കുന്ന പേരാണ് വെൻട്രൽ റൂട്ട്. ഇത് രണ്ടും കൂടി എമർജ് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഈ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ സ്പൈനൽ കോഡ്, സ്പൈനൽ നെർവ്. ഓക്കെ, അപ്പൊ നമുക്ക് ബോഡിയിൽ നിന്ന് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇമ്പൾസ് വരുന്നു, അത് നേരെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു. ബോഡി പാർട്ടിൽ നിന്ന് നേരെ സ്പൈനൽ കോഡിലേക്കും, സ്പൈനൽ കോഡിൽ നിന്ന് തിരിച്ച് ബോഡി പാർട്ടിലേക്കും. അപ്പൊ ഇത് നിൽക്കുന്നത് ഡോർസൽ ആണെങ്കിൽ ഇത് വെൻട്രൽ റൂട്ടും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാ? നമ്മളെ സ്പൈനൽ നെർവിൽ വെച്ചിട്ടാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ തന്നെ ബ്രെയിനിന്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ നമ്മുടെ നെർവ്, ഏത് നെർവ്? നമ്മുടെ സ്പൈനൽ നെർവ്സിന്റെ സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ എന്ത് ചെയ്യാം? പഠിക്കാം. ഈ സി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. ക്ലിയർ ആണല്ലോ? നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്കറിയാം മനുഷ്യന്റെ എവല്യൂഷൻ ട്രീ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ സഹേലാൻഡ്രോപ്പസ് ചാഡൻസിസ് മുതൽ അവസാനത്തെ അല്ലെ മോഡേൺ നമ്മളെ ബ്രെയിൻ കപ്പാസിറ്റി കൂടി വരുന്നുണ്ട്. ഓരോ നമ്മൾ എവല്യൂഷന്റെ ഓരോ ഫീച്ചേഴ്സ് നമ്മൾ പഠിക്കുമ്പോഴും ബ്രെയിൻ കപ്പാസിറ്റി സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അത് താഴത്തേക്ക് വരുന്തോറും നമ്മളുടെ ഹോമാബിലസ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാലൻസിസ്, ഹോമോസാപ്പിയൻസ് എത്തുമ്പോൾ ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂടുന്നുണ്ട് അല്ലെ. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? ആ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മക്കളെ ക്ലിയർ ആണല്ലോ? നമുക്കറിയാം ആൻ ഇമ്പോർട്ടൻറ്റ് ട്രെൻഡ് ഇൻ ഹ്യൂമൻ എവല്യൂഷൻ ഇസ് ഇല്ലുസ്ട്രേറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഹൗ ദിസ് നമുക്കറിയാം. ആദ്യം നമുക്ക് ഇത് ആരാന്ന് നോക്കാം. ഇത് വരുന്നത് നമ്മളുടെ സഹേലാൻഡ്രോപ്പസ് ചാഡൻസിസ് ആണ്. സഹേലാൻഡ്രോപ്പസ് ചാഡൻസിസ്. ഇനി ഇത് വരുന്നതാണ് നമ്മളുടെ മോഡേൺ മാൻ. മോഡേൺ മാൻ എന്നറിയപ്പെടുന്ന ആരോ? ഹോമോ സാപ്പിയൻസ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ബ്രെയിൻ കപ്പാസിറ്റി ആണ്. ഓക്കെ, ബ്രെയിൻ കപ്പാസിറ്റി നിങ്ങൾ നോക്കാം. സഹേലാൻഡ്രോപ്പസ് ചാഡൻസിസിലേക്ക് അവിടെ മുതൽ നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് കോമൺ എവല്യൂഷണറി ലിങ്ക് ആണ് ഈ പറയുന്ന സഹേലാൻഡ്രോപ്പസ് ചാഡൻസിസ്. ഇവിടുന്ന് ഓരോ എവല്യൂഷൻ നടക്കുമ്പോഴും അവസാനം വരുന്ന സ്പീഷീസിലേക്ക് ബ്രെയിൻ കപ്പാസിറ്റി കൂടുന്നുണ്ട്. അതെന്താണ് സൂചിപ്പിക്കുക എന്നതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഹൗ ഹാസ് ദിസ് ചേഞ്ച് ദാറ്റ് ഒക്കേർഡ് ത്രൂ ദി പ്രോസസ് ഓഫ് എവല്യൂഷൻ ഇൻഫ്ലുവൻസ്ഡ് ഓഫ് ദി സർവൈവൽ ഓഫ് ദി മോഡേൺ മാൻ? അല്ലെ, നമുക്കറിയാം ഇവിടെ വരുമ്പോൾ ബ്രെയിൻ കപ്പാസിറ്റി ആ ഒരു ടേം നിങ്ങൾ മറക്കരുത്. ബ്രെയിൻ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് മനുഷ്യന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, IQ ലെവല്, റീസണിങ്, തിങ്കിങ്, ലേണിങ്, അഡാപ്റ്റിവിറ്റി ഇതെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് സഹേലാൻഡ്രോപ്പസ് ചാഡൻസിസിലുള്ള ഫീച്ചേഴ്സ് ആയിരിക്കില്ല എവിടെ വരുമ്പോൾ? മോഡേൺ മാനിലേക്ക് വരുമ്പോൾ. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പിന്നെ അതുപോലെ തന്നെ ഓരോരോ ഫീച്ചേഴ്സും ഡെവലപ്പ് ചെയ്യാനും നമ്മൾ IQ ലെവല് ഓരോ ബ്രെയിൻ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് ഇത് കൂടുകയാണ്. സോ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് ഓൺ വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിൻ്റെതായ രീതിയിൽ ആൻസേഴ്സ് ചെയ്ത കൺസെപ്റ്റ് ഇതാണ്. ബ്രെയിൻ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് മനുഷ്യന്റെ ഫീച്ചേഴ്സ് ഈ പറയുന്ന ഇന്റലക്ച്വൽ ആയിട്ടുള്ള റീസണിങ്ങും തിങ്കിങ്ങും അഡാപ്റ്റീവ് ലേണിങ്ങും കേപ്പബിലിറ്റി, അഡാപ്റ്റിവിറ്റി ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫീച്ചറിൽ പഠിക്കുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, മനുഷ്യൻ ഏറ്റവും കൂടുതൽ ക്ലോസ് റിലേറ്റീവ് ആയിട്ട് വരുന്നത് ആരായിട്ടാ? ചിമ്പാൻസിനായിട്ട് വരുന്നില്ലേ? അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് അല്ലെ? സോ ആ ടൈപ്പ് ഓഫ് ടേബിൾ ആണ് ഇവിടെ തന്നേക്കുന്നത്. 3 സ്പീഷീസിന്റെ ടേബിൾ. നമ്മൾ ആസ് പെർ ദി ടെക്സ്റ്റ് സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇവിടെയും ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം 3 സ്പീഷീസിലാണ് ഉള്ളത്. ദാറ്റ് ഇസ് 1 ഇസ് ചിമ്പാൻസി, ഗൊറില്ല, റാറ്റ്. മക്കളെ നമ്മളുടെ റെഡ് ബ്ലഡ് സെൽസ് RBCക്ക് റെഡ് കളർ കൊടുക്കുന്ന ആളാണ് ആര്? ഹീമോഗ്ലോബിൻ. എന്താ വിളിക്കുക? ഹീമോഗ്ലോബിൻ. നമ്മളിവിടെ B ആണ് എഴുതിയേക്കുന്നത്, HG എന്നല്ല എഴുതേണ്ടത്. അത് മെർക്കുറിന്റെ സിമ്പിൾ ആണ്. ഹീമോഗ്ലോബിന്റെ ഷോർട്ട് ഫോം ആണ് HB. ഈ HBയിൽ 2 ടൈപ്പ് ഓഫ് ചെയിൻസ് ഉണ്ട്. ദാറ്റ് ഈസ് ആൽഫ ചെയിനും ഉണ്ട്, ബീറ്റ ചെയിനും ഉണ്ട്. ഓക്കെ, ഈ ചെയിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോട്ടീൻസ് വെച്ചിട്ടാണ്. ഓക്കെ, നമുക്കറിയാം പ്രോട്ടീൻസിന്റെ ബേസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നത് അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ്. സോ ഇതില് ബീറ്റ ചെയിൻ ആണ് നമ്മൾ എടുക്കുന്നത്. മനുഷ്യന്റെ ഹീമോഗ്ലോബിന്റെ ബീറ്റ ചെയിൻ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, ഇതാണ് ആ ബീറ്റ ചെയിൻ എന്ന് കൺസിഡർ ചെയ്യാം.
ഓക്കെ, ഈ ബീറ്റ ചെയിൻ വെച്ചിട്ട് ഈ പറയുന്ന 3 സ്പീഷീസിനായിട്ട് റൺ ചെയ്തു, കമ്പയർ ചെയ്തു. അപ്പോൾ മനസ്സിലായി ചിമ്പാൻസിന്റെയും മനുഷ്യന്റെ എക്സാക്ട് സെയിം ഒരു വ്യത്യാസം അവിടെ കാണിക്കുന്നില്ല. ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തത് ഗൊറില്ലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു സീക്വൻസ് മാത്രം വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം. റാറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? 31 അമിനോ ആസിഡ് സീക്വൻസിൽ വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ കൺസെപ്റ്റ് പഠിക്കുക. ഇത് ഏത് സ്റ്റഡി, നമ്മളിവിടെ എന്താ എടുത്ത് പഠിച്ചേക്കുന്നത്? നമ്മൾ ഫിസിക്കലി വെച്ച് നോക്കുമ്പോൾ ചിമ്പാൻസിയും മനുഷ്യനും യാതൊരു ബന്ധവും ഇല്ല, ഫിസിക്കലി നല്ല വ്യത്യാസമുണ്ട് അല്ലെ മക്കളെ? സോ നമ്മളിവിടെ ഹീമോഗ്ലോബിൻ, റെഡ് ബ്ലഡ് സെൽസിൽ ഹീമോഗ്ലോബിനിലെ സീക്വൻസ് റൺ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ദർ ഇസ് എ കണക്ഷൻ എവല്യൂഷൻ ബിറ്റ്വീൻ മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ. സോ ഇത് നമ്മളിവിടെ മോളിക്യൂൾസ് എടുത്തിട്ടാണ് പഠിച്ചത്, DNA അല്ലെങ്കിൽ മോളിക്യൂൾസ് പഠിക്കുന്ന ആ ടെക്നോളജിനെ വിളിക്കുന്ന പേരാണ് മോളിക്യുലാർ ടെക്നോളജി, മോളിക്യുലാർ ബയോളജി. സോ ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചേക്കുന്നത്. നോക്കിയേ, വിച്ച് ബ്രാഞ്ച് ഓഫ് ബയോളജി ഇസ് ദി എവിഡൻസ് ഗിവൺ ഇൻ ദ ടേബിൾ റിലേറ്റഡ് ടു? ഈ ടേബിളിൽ നമ്മൾ മോളിക്യൂൾസ് വെച്ച് പഠിച്ചത് ഏത് ബ്രാഞ്ചാണ്? ബയോളജിയിലെ ഏത് ബ്രാഞ്ചാ? മറക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് മോളിക്യുലാർ ബയോളജി. എന്താ വിളിക്കുക? മോളിക്യുലാർ ബയോളജി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ റിലേഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ റിലേഷനിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അല്ലെ? ചിമ്പാൻസീസ് ആണ് മോർ ക്ലോസ്ലി ബിക്കോസ് ഓഫ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദി ബീറ്റ ചെയിൻ ഓഫ് ദി ഹീമോഗ്ലോബിൻ. പിന്നെ അതേപോലെ തന്നെ 1 ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ 32 ഡിഫറൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്, റാറ്റിൽ കാണിക്കുന്നത്. സോ വി ക്യാൻ നമുക്ക് അടിവരായിട്ട് ഉറപ്പിച്ച് പറയാം, ബേസ്ഡ് ഓൺ ദി എവല്യൂഷണറി മോളിക്യുലർ ബയോളജി വെച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാം മനുഷ്യന്റെ ചിമ്പാൻസിയും ദേ ആർ ക്ലോസ്ലി റിലേറ്റീവ്സ്. അപ്പൊ നമുക്ക് പറയാം നമ്മളുടെ ബന്ധുക്കാരാരാ? ചിമ്പാൻസിയും നമ്മളുടെ ബന്ധുക്കാരാണ്. ക്ലിയർ ആണല്ലോ? ബേസ്ഡ് ഓൺ എവല്യൂഷണറി സ്റ്റഡീസ്. ക്ലിയർ ആണല്ലോ? ഇനിയാണ് മക്കളെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മളുടെ നെർവ് സിസ്റ്റത്തിൽ അല്ലെ. നമുക്കറിയാം ന്യൂറോൺസ്. നമുക്ക് ആദ്യം ന്യൂറോൺസിനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ന്യൂറോൺ. ഓക്കെ, ജസ്റ്റ് ബേസ് ആയിട്ട് നിങ്ങൾ ഫിംഗർ വെച്ചിട്ട് തന്നെ പഠിക്കാം. ദാറ്റ് ഇസ് ഫിംഗറിൽ കാണുന്ന ഈ അറ്റങ്ങളാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് വിളിക്കും. ആൻഡ് ഇന്നർ പോർഷൻ ഇസ് നോൺ ആസ് ഡെൻഡ്രോൺ. ഈ ഒരു പോർഷനെ നമ്മൾ ഡെൻഡ്രോൺ എന്ന് വിളിക്കാം. ഈ ഒരു നമ്മുടെ പാം റീജിയൻ ആണ് നമ്മളുടെ സെൽ ബോഡി. ഓക്കെ, സെൽ ബോഡിന്റെ ഉള്ളിൽ സെൽസ് വരാം, സൈറ്റോപ്ലാസംസ് എല്ലാം വരാം. പിന്നെ ലോങ്ങസ്റ്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ആക്സോൺ. ഓക്കെ, ആക്സോണിന്റെ താഴത്ത് ഇതേപോലെ കുറെ ബ്രാഞ്ചസ് ഉണ്ട്. ആ ടിപ്പിൽ കുറെ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അവർ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബ്. സോ ഇതാണ് നമ്മളുടെ ഡെൻഡ്രൈറ്റ്സ്. പിന്നെ ഈ വരുന്ന പോർഷൻ ആണ് ഡെൻഡ്രോൺസ്. പിന്നെ ഇതാണ് നമ്മളുടെ സെൽ ബോഡി. ദാറ്റ് ഈസ് ന്യൂക്ലിയസ് ആണ്. ഈ ഒരു പോർഷൻ നമ്മൾ സെൽ ബോഡി എന്നാണ് വിളിക്കുക. പിന്നെ സെൽ ബോഡി സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ലോങ്ങസ്റ്റ് പാർട്ടിനെ വിളിക്കുന്ന പേരാണ് നമ്മളുടെ ആക്സോൺ. മക്കളെ ഇവിടുന്ന് തന്നെ ഒരു കാര്യം കൂടി പഠിക്കുക. ആക്സോണെ കവർ ചെയ്യുന്ന ഒരു ഷീറ്റ് ഉണ്ട്. ഓക്കെ, അല്ല നമുക്കറിയാം ഈ ആക്സോണിന്റെ അവിടെ കാണുന്ന കുറെ സെൽസ് ഉണ്ട്. ഈ കാണുന്ന സെൽസുകൾ നമുക്ക് വിളിക്കുന്ന പേരാണ് ഷ്വാൻ സെൽസ്. എന്താ വിളിക്കുക? ഷ്വാൻ സെൽസ്. ഈ ഷ്വാൻ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ മൈലിൻ എന്ന് പറയുന്ന ഒരു ലിപ്പിഡ് പോലത്തെ ഒരു ഷീറ്റ് ആണ്. ആ ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് മൈലിൻ. ഇറ്റ്സ് എ കോമ്പൗണ്ട്. ആ ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീറ്റ്. എന്താ വിളിക്കുക? മൈലിൻ ഷീറ്റ്. ഈ ഷീറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ആക്സോൺ ഈ ഒരു റീജിയൻ വൈറ്റ് കളറായിട്ടായിരിക്കും കാണാം. അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് മൈലിൻ്റെ ഇമ്പോർട്ടൻസും മൈലിൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നല്ല സ്പീഡിൽ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ നടക്കും, ആ കാര്യങ്ങളൊക്കെ നോക്കാം. സോ ആക്സോണെ കവർ ചെയ്യുന്ന സെൽസ് ആണ് ഷ്വാൻ സെൽ. ഈ കവർ ചെയ്യുന്ന ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് മൈലിൻ ഷീറ്റ്. പിന്നെ ആക്സോണിന്റെ ടിപ്പിനെ വിളിക്കുന്ന പേരാണ് ആക്സോണേറ്റ്. ആൻഡ് ദ ബൾബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇസ് നോൺ ആസ് സിനാപ്റ്റിക് നോബ്. ഇതാണ് നമ്മൾ നോർമൽ ന്യൂറോൺ. ഓക്കെ, ഈ ന്യൂറോൺ ഇപ്പൊ റെസ്റ്റിലാണെങ്കിൽ ഇവിടുന്ന് പെട്ടെന്ന് ഒരു ഇമ്പൾസ് വരുന്നതെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു ഇമ്പൾസ് ടച്ച് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ഇമ്പൾസിന് ആര് വാങ്ങിക്കും? നമ്മളെ ഡെൻഡ്രൈറ്റ്സ് വാങ്ങിച്ച് ഡെൻഡ്രോണിലൂടെ പാസ് ചെയ്ത് നമുക്കതൊരു ഫ്ലോ ചാർട്ട് ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, സ്റ്റിമുലസ് വരുന്നു, നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? ഡെൻഡ്രൈറ്റ്സ് വാങ്ങിക്കുന്നു. ഡെൻഡ്രൈറ്റ്സ് പിന്നെ അത് ഡെൻഡ്രോണിന് കൊടുക്കുന്നു. ഡെൻഡ്രോൺ പിന്നെ അത് സെൽ ബോഡിയിലൂടെ കയറി ആക്സോണിലൂടെ പാസ് ചെയ്ത് നമ്മളുടെ എവിടെ എത്തുന്നു? സിനാപ്റ്റിക് നോബിൽ എത്തുന്നു. ഈ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഞാൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിനാപ്റ്റിക് നോബിൽ നിന്ന് അടുത്ത ന്യൂറോൺ, നമുക്ക് രണ്ടാമത്തെ ന്യൂറോണും കൂടി ഇവിടെ ഉണ്ടാവും. ഓരോ ന്യൂറോണും അടുത്തടുത്തായിരിക്കുക. ഒന്നാമത്തെ ന്യൂറോണിന്റെ എൻഡ് ആണെന്ത്? സിനാപ്റ്റിക് നോബെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന രണ്ടാമത്തെ ന്യൂറോണിന്റെ തുടക്കം ഏതായിരിക്കും? ഡെൻഡ്രൈറ്റ്. എന്താ വിളിക്കുക? ഡെൻഡ്രൈറ്റ്. അപ്പോൾ മുന്നിൽ കാണുന്ന ന്യൂറോണെ വിളിക്കുന്ന പേരാണ്
പ്രീ ന്യൂറോൺ അല്ലെങ്കിൽ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഇപ്പുറത്തെ ന്യൂറോണെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം ദർ ആർ സോ മില്യൺസ് ഓഫ് ന്യൂറോൺസ് നമ്മുടെ ബോഡിയിലുള്ളത്. അപ്പോൾ വൺ ബൈ ആയിട്ടാണ് അവർ ഇരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ന്യൂറോണിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഡെൻഡ്രൈറ്റ്സ്, അവസാനത്തെ ഭാഗമാണ് എന്ത്, സിനാപ്റ്റിക് നോബ്. അപ്പൊ രണ്ടാമത്തെ ന്യൂറോൺ ഇരിക്കുന്നത് എങ്ങനെയാ, സിനാപ്റ്റിക് നോബും പിന്നെ രണ്ടാമത്തെ ന്യൂറോണിന്റെ തുടക്കം ഡെൻഡ്രൈറ്റും ആണ്. ഇതേപോലെ കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇരിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഒന്നാമത്തെ ന്യൂറോണിന് കിട്ടിയ ഇമ്പൾസ് രണ്ടാമത്തെ ന്യൂറോണിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ there is something substance is released from the tip portion, that is synaptic knob. Synaptic knob എന്ന് ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് റിലീസ് ചെയ്യും. ആ കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നൊക്കെ എക്സാമിന് ചോദിക്കും, എക്സാമ്പിൾ ഒക്കെ ചോദിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ന്യൂറോണെ വിളിക്കുന്ന പേരാണ് പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഇനി രണ്ടാമത്തെ ന്യൂറോണെ നമുക്ക് എന്തെന്ന് വിളിക്കാം, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ന്യൂറോന്ന് റിലീസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. മറക്കരുത്, രണ്ട് എക്സാമ്പിൾ കൂടി പഠിക്കാം, അസിറ്റൈൽ കൊളൈനും ഡോപ്പമൈൻ. ഈ രണ്ട് എക്സാമ്പിൾ ഒന്ന് ഓർത്തിരിക്കുക, അസിറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പമൈൻ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ന്യൂറോണിലുള്ള ഇമ്പൾസ് ഈ കെമിക്കൽ സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്തിട്ട് രണ്ടാമത്തെ ന്യൂറോണിൽ ആർക്ക് കൊടുക്കും, ഡെൻഡ്രൈറ്റിന് കൊടുക്കും. ഇതിങ്ങനെ പാസ് ചെയ്താണ് എന്താ, ഇമ്പൾസ് പാസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ഇമ്പൾസ് ട്രാൻസ്മിഷന്റെ ഫ്ലോ ചാർട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇതൊരു ബേസ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. നമുക്ക് ക്വസ്റ്റ്യൻ ഇതല്ല, ക്വസ്റ്റ്യൻ നമുക്ക് എന്താ പറയുക, കുറച്ച് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതേപോലെ പിക്ചർ തന്നിട്ട് നിങ്ങൾക്ക് ലേബലിങ്ങിന് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. കണ്ട, നിങ്ങളോട് അത് റീഡ്രോ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ പാർട്ട് നോക്കാം, എ ബി സി. വിച്ച് പാർട്ട് സെക്രീറ്റ് അസിറ്റൈൽ കൊളൈൻ? അസിറ്റൈൽ കൊളൈൻ സെക്രീറ്റ് ചെയ്യുന്ന ഭാഗം ഏതാ? അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഈ പോർഷൻ കറക്റ്റ് സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾ ലേബൽ ചെയ്ത് എ എന്ന് കൊടുത്തിട്ട് അതിന്റെ താഴെ നിങ്ങൾ എഴുതാ സിനാപ്റ്റിക് നോബ്. സ്പെല്ലിങ് തെറ്റാതെ കറക്റ്റ് ആയിട്ട് വരച്ച് ഇതേപോലെ ലേബൽ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ മക്കളെ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റിസീവ് ദ ഇമ്പൾസ് ഫ്രം ദി അഡ്ജസന്റ് ന്യൂറോൺ, ദ പാർട്ട് വിച്ച് റിസീവ് ദി ഇമ്പൾസ് ഫ്രം ദി അഡ്ജസ്റ്റ് ന്യൂറോൺ. തൊട്ടടുത്തിരിക്കുന്ന ന്യൂറോണിന്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, തൊട്ടടുത്തിരിക്കുന്ന ന്യൂറോണിന്റെ അവസാനത്തെ ഭാഗം ഏതാ, സിനാപ്റ്റിക് നോബ്. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ ന്യൂറോണിന്റെ ഏത് ഭാഗമായിരിക്കും വാങ്ങിക്കുക, ദാറ്റ് ഈസ് ഡെൻഡ്രൈറ്റ്സ്. മറക്കരുത്, തെറ്റിക്കരുത്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കും. അഡ്ജസന്റ് ഉദ്ദേശിക്കുന്നത് തൊട്ടടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ന്യൂറോണിന്റെ എൻഡ് പോർഷൻ ആണ് സിനാപ്റ്റിക് നോബ് എങ്കിൽ രണ്ടാമത്തെ ന്യൂറോണിന്റെ തുടക്ക ഭാഗമായിരിക്കും ആര്, നമ്മളുടെ ഡെൻഡ്രൈറ്റ്സ്. ക്ലിയർ ആണല്ലോ? ആൻഡ് തേർഡ് സി പാർട്ട് നോക്കാം. ദ പാർട്ട് വിച്ച് ക്യാരീസ് ദി ഇമ്പൾസ് ഫ്രം ദി സെൽ ബോഡി ടു ദി ഔട്ട്സൈഡ്. സെൽ ബോഡിന്റെ പുറത്തേക്ക് പോകുന്ന ഏതിലൂടെയാണ്? നമുക്കറിയാം ഇതാണ് സെൽ ബോഡി. സെൽ ബോഡിന്റെ പുറത്തേക്ക് പോകുന്ന ഈ ലോങ്ങസ്റ്റ് പാർട്ട് അല്ലേ? സോ ദിസ് ലോങ്ങസ്റ്റ് പാർട്ട് ഇസ് നോൺ ആസ് ആക്സോൺ. സോ ദ എ ആൻസർ ഇസ് സിനാപ്റ്റിക് നോബ്, ബി ഇസ് ഡെൻഡ്രൈറ്റ് ആൻഡ് സി ഇസ് ആക്സോൺ. ക്ലിയർ ആണല്ലോ മക്കളെ? നല്ല വൃത്തിക്ക് വരച്ച് ലേബൽ ചെയ്ത് എ ബി സി എന്ന് കൊടുത്താൽ മാത്രമേ 4 മാർക്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കും. ക്ലിയർ ആണല്ലോ? നമുക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഇത് റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ആക്സോണിലൂടെ ഇമ്പൾസ് പാസ് ചെയ്യുമ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വെനെവർ എ ഇമ്പൾസ്. നിങ്ങൾ ആ ഒരു ടേം ശ്രദ്ധിക്കാം. നമ്മുടെ ബോഡിയിൽ ഇലക്ട്രിക് ഇമ്പൾസ് ആണ് മെയിൻലി പാസ് ചെയ്യുക. ഓക്കെ, ഒരു സ്റ്റിമുലസ് വന്നതിന് മുമ്പ് നമ്മുടെ ന്യൂറോണിൽ ചാർജസ് ഉണ്ടാവും. നമ്മൾ ആക്സോൺ ആണ് ഈ വരച്ചേക്കുന്നത്. അപ്പൊ ആക്സോൺ ഞാൻ ഒന്നും കൂടി മേളിലേക്ക് വരക്കാണ്. ഈ ആക്സോണിൽ ഇമ്പൾസ് വന്നതിന് മുമ്പ്, ദാറ്റ് ഈസ് സ്റ്റിമുലസ് വന്നതിന് മുമ്പ് നമ്മൾ ആക്സോണിന്റെ പുറത്ത് നിറച്ചും പോസിറ്റീവ് ചാർജും ഔട്ട്സൈഡ് മെംബ്രെയിൻ നിറച്ചു പോസിറ്റീവ് ആയിരിക്കും, ഉള്ളിൽ നിറച്ചു എന്ത് ചാർജ് ആയിരിക്കും, നെഗറ്റീവ് ചാർജ് ആയിരിക്കും. വെനെവർ മീൻസ് എപ്പോഴാണോ സ്റ്റിമുലസ് വന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റേറ്റിന് നമ്മൾ എന്താ പറയാ, പോളറൈസ്ഡ് സ്റ്റേറ്റ്. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിക്കുന്നുണ്ട് പോളറൈസ്ഡ് അല്ലെ. പോളറൈസ്ഡ് എന്ന് പറയുമ്പോൾ ഔട്ടറിൽ നിറച്ച് ഒരേ ചാർജ്, ഔട്ടറിൽ നിറച്ചും പോസിറ്റീവും ഉള്ളിൽ ഇന്നറിൽ നെഗറ്റീവ് ചാർജ്. ഈ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പോളറൈസ്ഡ് സ്റ്റേറ്റ്. ഇവിടെ എന്ത് വന്നിട്ടില്ല, നോ ഇമ്പൾസ്, നോ സ്റ്റിമുലസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നോർമൽ ഇരിക്കുന്ന ന്യൂറോണിന്റെ ചാർജ് ഇങ്ങനെയാണ്. ദ ഔട്ടർ ലെയർ ഇസ് കംപ്ലീറ്റ്ലി പോസിറ്റീവ് ആൻഡ് ദ ഇന്നർ ലെയർ ഇസ് കംപ്ലീറ്റ്ലി നെഗറ്റീവ്. ക്ലിയർ ആണല്ലോ? ഇനി ആ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയാൽ കണ്ട് ഈ ഒരു ടൈപ്പിലായിരിക്കും ഇരിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, ഞാൻ ഇതേ പിക്ചറിൽ തന്നെ ഞാൻ വരക്കാണ്. സപ്പോസ് ഈ ഒരു പോർഷൻ നമ്മുടെ സാർ ഇപ്പൊ റെഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ എന്ത് ടച്ച് ചെയ്തെന്ന് വിചാരിക്കാം മക്കളെ, ഇമ്പൾസ് വന്നത്, സ്റ്റിമുലസ് വന്നതെന്ന് വിചാരിക്കാം.
അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? അതാണ് അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കുന്നത്. വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദി സ്റ്റേറ്റ് വെൻ സ്റ്റിമുലേറ്റഡ്? ഇതിപ്പോ സ്റ്റിമുലേറ്റഡ്, നമുക്ക് തന്നിരിക്കുന്ന പിക്ചർ നോൺ സ്റ്റിമുലേറ്റഡ് പിക്ചറാണ്. അപ്പൊ സ്റ്റിമുലേറ്റ് ആവുമ്പോൾ എന്താ സംഭവിക്കുക? സ്റ്റിമുലസ് വന്ന ഭാഗത്ത് മാത്രം ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആവും. ദാറ്റ് ഈസ് ഈ വരച്ചിരിക്കുന്ന ഈ ഒരു പോർഷനിൽ മാത്രം, സ്റ്റിമുലസ് വന്നേക്കുന്ന റീജിയനിൽ മാത്രം ചാർജസ് ചേഞ്ച് ആവും. ദാറ്റ് ഈസ് ഔട്ടർ ലെയർ എന്താകും? നെഗറ്റീവും ഇന്നർ ലെയർ എന്താവാൻ തുടങ്ങും? പോസിറ്റീവ് ആവാനും തുടങ്ങും. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ശരിക്കും ഈ ഒരു റീസൺ വരാനുള്ള റീസൺ ഈ പറയുന്ന Na+K+ അയോൺസ്, ഈ അയോൺസിന്റെ അയോണിക് ഇൻഫ്ലുവൻസ് കൊണ്ടിട്ടാണ് ഈ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂഷൻ വരിക. അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. ഡ്യൂ ടു ദി അയോണിക് ഡിസ്ട്രിബ്യൂഷൻസ് കൊണ്ടിട്ടാണ് ഈ പറയുന്ന ചാർജസ് വന്നേക്കുന്നത്. സോ നിങ്ങൾ എടുത്തു പറയാ, സ്റ്റിമുലസ് വന്ന ഭാഗത്ത് മാത്രമേ ചാർജസ് എന്ത് ചെയ്യുള്ളൂ? ആ ഒരു ഭാഗത്ത് മാത്രമേ ചാർജസ് ഓൾട്ടേഡ് ആവുള്ളൂ. പുറത്തിരിക്കുന്ന ആൾ ഉള്ളിലേക്ക് കയറും, ഉള്ളിലിരിക്കുന്ന ആൾ പുറത്തേക്ക് പോകും. ഇതിങ്ങനെ ഒരു വേവ് പോലെ, വേവ് പറയുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിങ്ങനെ പാസ് ചെയ്ത് നമ്മളുടെ ആക്സോണിന്റെ അറ്റം വരെ ഇതിങ്ങനെ പാസ് ചെയ്ത് നമ്മളെവിടം വരെ? സിനാപ്റ്റിക് നോബ് വരെയും ഇത് പാസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഡസ് ദിസ് ചേഞ്ച് റിസൾട്ട് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്? അങ്ങനെയാണെങ്കിൽ ഈ ചേഞ്ച് എന്തായിരിക്കും? ഇതൊരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആയിട്ട് എന്ത് ചെയ്യും? മാറും. ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്ത് ഇതിങ്ങനെ പാസ് ചെയ്ത് ഒരു വേവ് പോലെ, ഇലക്ട്രിക്കൽ വേവ് പോലെ ഈ പറയുന്ന ഇമ്പൾസ് ഇങ്ങനെ പാസ് ചെയ്ത് നമ്മളുടെ സിനാപ്റ്റിക് നോബിന്റെ അവിടെ എത്തും. ഈ സിനാപ്റ്റിക് നോബിന്റെ അവിടെ നിന്ന് ഈ ഇലക്ട്രിക് ഇമ്പൾസ് ആണ് പിന്നീട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്തിട്ട് രണ്ടാമത്തെ ന്യൂറോണിലേക്ക് പാസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ ബി ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾ പറയേണ്ടത്, ഇത് പാസ് ചെയ്യുന്ന ഒരു വേവ് ലൈക്ക് പോലെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പാസ് ചെയ്ത് അഡ്ജസന്റ് ന്യൂറോണിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. ക്ലിയർ ആണല്ലോ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് പ്രെഡിക്റ്റ് ചെയ്യാം. ഇനിയാണ് നമുക്കൊരു നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനാ വന്നേക്കുന്നത്. നമ്മുടെ ഡാർവിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ചാൾസ് ഡാർവിൻ അല്ലെ, പ്രകൃതിയിൽ എന്താ വേരിയേഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് പ്രകൃതിന്റെ ഒരു ബേസിക് അല്ലെങ്കിൽ പ്രകൃതിന്റെ ഒരു റൂളാണ് ഈ പറയുന്ന എന്താ പറയാ നല്ല ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർ എമംഗ് ദി ഓർഗൻ. ഇപ്പൊ നമ്മള് എന്താ പറയാ ചാൾസ് നമ്മൾ ലമാർക്ക് പഠിക്കുന്നുണ്ട്. ലമാർക്കിന്റെ തിയറിയിൽ പറയുന്നത് ആദ്യത്തെ കാലത്ത് ഷോർട്ട് ജിറാഫുകൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് പറയാം. പക്ഷെ ഇൻ കമ്മിങ് ടു നമ്മൾ ഡാർവിന്റെ തിയറിയിൽ പറയുകയാണെങ്കിൽ ഷോർട്ട് നെക്കഡും ലോങ് നെക്കഡുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിൽ തന്നെ ലോങ് നെക്കുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, ഷോർട്ട് നെക്കഡുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ എന്താ? ഫുഡ് തീർന്നു പോയി. നിലത്തെ ഫുഡ്, അതായത് ഗ്രൗണ്ടിലെ ഫുഡ് തീർന്നപ്പോ നമ്മൾ ഇവിടെ പറയുന്നില്ല, മാർക്കിന്റെ തിയറി പറയുന്നത് അവർ പിന്നീട് അക്വേഡ് ക്യാരക്ടേഴ്സ് വെച്ച് ഇൻഹെറിറ്റഡ് ആയി എന്നാ പറയാം. പക്ഷേ നമ്മൾ കമ്മിങ് ടു ഡാർവിന്റെ തിയറിയിൽ പറയുകയാണെങ്കിൽ ഫുഡ് തീർന്നു അല്ലെ, ഫുഡ് തീർന്നു. അവരുടെ എന്ത് മീൻസ് അവരുടെ എക്സിസ്റ്റൻസ്, സ്ട്രഗിൾ ചെയ്യാനുള്ള എക്സിസ്റ്റൻസ് മീൻസ് ഫുഡ് ഇല്ല, അതില്ല. അപ്പൊ അവരെന്തായി? കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ആയി. കാരണം അവർക്ക് ഫുഡ് കിട്ടുന്നില്ല. അപ്പൊ ആ ജീവികൾ കംപ്ലീറ്റ്ലി എന്തായി പോയി? എലിമിനേറ്റഡ് ആയി. ആര് മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ? ലോങ് നെക്കുള്ള ജിറാഫുകൾ മാത്രമേ സർവൈവ് ചെയ്തുള്ളൂ. ഷോർട്ട് നെക്കഡ് ജിറാഫ് എന്തായി പോയി? ഫുഡ് കിട്ടാതെ അവരെന്തായി പോയി? എലിമിനേറ്റഡ് ആയി പോയി, അക്കോർഡിംഗ് ടു നേച്ചർ റൂൾ. ക്ലിയർ ആണോ? ഈ ജിറാഫുകൾ പിന്നീട് എന്ത് ചെയ്തു? വേരിയേഷൻസ് നമ്മൾ ഡാർവിൻ പറയുന്നുണ്ട്, നല്ല വേരിയേഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് നല്ല വേരിയേഷൻ ആവാം, ചീത്ത വേരിയേഷൻ ആവാം. നല്ല വേരിയേഷൻ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? സർവൈവ് ചെയ്യുന്നു. സർവൈവ് ചെയ്യുന്നു. അങ്ങനെ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വേരിയേഷൻസ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? സർവൈവ് ഉള്ള റീസൺ എന്താ? ഇവർക്ക് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. ഈ നല്ല വേരിയേഷൻസ് ആൾക്കാർ വേരിയേഷൻസ് അക്യുമുലേറ്റ് ചെയ്തപ്പോൾ പുതിയ സ്പീഷീസുകൾ എന്തായാലും ഉണ്ടാവാൻ തുടങ്ങി. മക്കളെ ക്ലിയർ ആണല്ലോ? നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുക. നമ്മൾ ലമാർക്കിസം പറയുന്നത് തിയറി ഓഫ് അക്വേഡ് ക്യാരക്ടേഴ്സ്, അവർ അക്വേഡ് ക്യാരക്ടേഴ്സിൽ നിന്നിട്ടാണ് അവർ എന്ത് ചെയ്ത് ഇവോൾവ് ആയെന്നാ പറയാം. അത് കംപ്ലീറ്റ്ലി തെറ്റാണ്. പിന്നെ ചാൾസ് ഡാർവിൻ പറയുന്നത് ആ സമയത്ത് ഷോർട്ട് നെക്കഡും ലോങ് നെക്ക് ഉണ്ടെങ്കിൽ ആ സമയത്ത് ഫുഡ് തീർന്നപ്പോൾ ഈ ഷോർട്ട് നെക്കഡ് കംപ്ലീറ്റ്ലി എന്തായി പോയി? നമ്മളെ എലിമിനേറ്റഡ് ആയിപ്പോയി. അക്കോർഡിംഗ് ടു ദി നാച്ചുറൽ സെലക്ഷൻ തിയറി ഈ ലോങ് നെക്കുള്ള ജിറാഫുകൾ പിന്നീട് ഫേവറബിൾ വേരിയേഷൻസ് മൂലം ഇവർക്ക് അക്യുമുലേറ്റ് ചെയ്ത് പുതിയ സ്പീഷീസുകളും ഉണ്ടാവാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബേസ്ഡ് ഓൺ ദി തിയറി ഓഫ് Darwin's theory of evolution, explain the following statement. Okay, variation in the beak of finches in Galapagos Island result in their survival. അല്ലെ, നമുക്കൊരു ജസ്റ്റ് ഒരു ഹിസ്റ്ററി ആണ് അതിന്റെ. നമുക്കറിയാം ചാൾസ് ഡാർവിൻ സ്വന്തമായിട്ട് ഒരു ഐലൻഡിൽ പോയി ആ ഐലൻഡിൽ കണ്ട കാര്യങ്ങൾ വെച്ചിട്ട് ഇദ്ദേഹത്തിന്റെ ഒബ്സർവേഷന്റെ ബേസിലാണ് ഈ ഒരു തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത്.
ഏതാണ് ആ തിയറി? തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ തിയറി. അങ്ങനെ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ആ പോർഷൻ നല്ല ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പോയ അദ്ദേഹത്തിന്റെ ജേർണിയും അവിടെ എന്താണ് അയാൾ ഒബ്സർവ് ചെയ്തത്. ഫിഞ്ചസ് എന്ന് പറയുമ്പോൾ അവിടെ കാണുന്ന ബേർഡ്സിന്റെ ചുണ്ടുകളാണ് ഇദ്ദേഹം ഒബ്സർവ് ചെയ്തത്. നമുക്കറിയാം ബീക്സ് അല്ലെ, എല്ലാ ക്യാരക്ടർ, ബീക്ക് ഇസ് ഓൾസോ എ ക്യാരക്ടർ, എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ആരാ? അത് നമ്മളുടെ ജീനുകളാണ്. പിന്നീട് അത് നമ്മളുടെ പീറ്ററും റോസ്ഗ്രാനും പീറ്ററൊക്കെയാണ് പിന്നീട് അത് ഏത് ജീനാന്നൊക്കെ കണ്ടുപിടിച്ചത്. അതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡാർവിൻ ഒബ്സർവ് ചെയ്തത് ഈ ബീക്സാ. എല്ലാ ബേർഡ്സിനും അല്ലെങ്കിൽ എല്ലാ ഫിഞ്ചസിനും ഒരേപോലത്തെ ബീക്സ് ആണോ? അല്ല. ദർ ആർ ലാർജ് സൈസുള്ള ബീക്കുകളുണ്ട്, സ്മോൾ സൈസിലുള്ള ബീക്കുകളുണ്ട്. അവർക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ബീക്സ് ആണ് ആ ബേർഡ്സിന് അവിടെ അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പൊ എക്സാമിന് ചോദിക്കാം, ആ ഗാലപ്പോഗസ് സൈഡിൽ അദ്ദേഹം പല പല ബേർഡ്സിന് ഡിഫറെന്റ് ബീക്സ് ആണ് അദ്ദേഹം അതിവിടെ കണ്ടത്. സോ വാട്ട് ഇസ് ദ റീസൺ? ബിക്കോസ് ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് ദിയർ റിസോഴ്സസ്, ഫുഡ് റിസോഴ്സസിന്റെ ബേസിലും അല്ലെങ്കിൽ അവരുടെ ജനറ്റിക്കലി അവർക്ക് കിട്ടുന്ന ഫുഡിന്റെ അവൈലബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർക്ക് എന്ത് വന്നത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയേഷൻസ് വന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ലാർജ് ബീക്കുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചുള്ള ഇത് കഴിക്കാൻ പറ്റും. സ്മോൾ ബേർഡ്സ് ആണെങ്കിൽ, സ്മോൾ ഫിഞ്ചസിന് സ്മോൾ ബീക്സ് ആണെങ്കിൽ അവർക്ക് അതിനുള്ള ഫുഡ് ആയിരിക്കും കിട്ടുക. സോ ഈ ലൈൻ കംപ്ലീറ്റ്ലി പറയുന്നത് വേരിയേഷൻസ് വരാനുള്ള റീസൺ ബിക്കോസ് ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് ദിയർ ഫുഡ്. ഓക്കെ, അവർക്ക് കിട്ടുന്ന ഫുഡിന്റെ ബേസിലാണ് ആ ഒരു ബീക്സിന്റെ വേരിയേഷൻസ് വന്നേക്കുന്നത്. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നെർവ് സിസ്റ്റം പഠിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ അറിഞ്ഞിരിക്കുക, നെർവ് സിസ്റ്റം നമുക്കറിയാം രണ്ട് ടൈപ്പ് ഉണ്ട്. സെൻട്രൽ നെർവ് സിസ്റ്റം ഉണ്ട് അല്ലെ, നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡ് വരുന്നതാണ് എന്ത്, നമ്മളുടെ സെൻട്രൽ നെർവ് സിസ്റ്റം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്, പെരിഫറൽ നെർവ് സിസ്റ്റം. നമ്മൾ ബ്രെയിനും സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന വേറെയും കുറെ നെർവ്സുകളില്ലേ, അവിടെ വരുന്നതാണ് നമ്മളുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന ഞരമ്പുകൾ നമുക്ക് എന്തെന്ന് വിളിക്കാം? സെറിബ്രൽ നെർവ്സ് എന്നും ക്രേനിയൽ നെർവ്സ് എന്നാ വിളിക്കുക, ക്രേനിയൽ നെർവ്സ്. ഇനി അപ്പുറത്ത് വരുന്നതാണ് സ്പൈനൽ നെർവ്സ്. ഇതൊരു ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്. സോ നമ്മുടെ PNS റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളൂ. ഓക്കെ, സോ മക്കളെ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് എ സ്റ്റുഡന്റ് ഫീൽസ് നെർവസ് ബിഫോർ സ്റ്റേജ് പെർഫോമൻസ്. നമുക്കറിയാം സ്റ്റേജ് ഫിയർ ആണ് ഒരു കൊച്ചിന്. ഹിസ് ഹാർട്ട് ബീറ്റ് ഫാസ്റ്റർ, അതുപോലെ തന്നെ ഹി സ്റ്റാർട്ട് സ്വെറ്റിംഗ്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനാണ്. നമ്മൾ ഹോർമോൺസിന്റെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ റിലീസ് ചെയ്യുന്ന ഹോർമോൺ ഏതാ? അല്ലെ, നമ്മുടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. സോ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ഈ ചാപ്റ്ററും നമ്മളിപ്പോൾ പറഞ്ഞ ഹോർമോൺസിന്റെ ചാപ്റ്ററും ഒരു കണക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ അവിടെ പഠിക്കുന്ന അഡ്രിനാലിൻ ഗ്ലാൻഡ് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് നമ്മളുടെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇവർ റിലീസ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? എമർജൻസി സിറ്റുവേഷനിലായിരിക്കും റിലീസ് ചെയ്യുക. ഇവിടെയും ഒരു എമർജൻസി സിറ്റുവേഷനിൽ തന്നേക്കുന്നത്. സ്റ്റേജ് പെർഫോമൻസിന്റെ സമയത്ത് ആ കുട്ടീന്റെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ട്. സോ വിച്ച് പാർട്ട് ഓഫ് നെർവ് സിസ്റ്റം കോസ് ദിസ് ചേഞ്ച്? ഏത് പാർട്ടായിരിക്കും? നമുക്കറിയാം ഏത് പാർട്ടായിരിക്കും ഈ എമർജൻസി സിറ്റുവേഷൻ വരാനുള്ള റീസൺ. നമുക്ക് ഡയറക്റ്റ് നമുക്ക് ആൻസർ അറിയാം. ദാറ്റ് ഈസ് സിമ്പത്തറ്റിക്. മറക്കരുത്, സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം അല്ലെ, സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ആണ് ഇവിടെ വരുന്നത്. ഈ സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? ദാറ്റ് ഈസ് ഓട്ടോണോമസ് നെർവ് സിസ്റ്റത്തിന്റെ രണ്ട് ബ്രാഞ്ചസ് ആണ് ഏതൊക്കെ? സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്. ക്ലിയർ ആണല്ലോ? സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോൾ എമർജൻസി സിറ്റുവേഷൻ ആണ്. ഇനി അത് റിലാക്സ് ചെയ്യുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് പാരാസിമ്പത്തറ്റിക്. ഈ ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ ഒരു പേഴ്സണെ പട്ടി അടിക്കാൻ ഓടിച്ചിട്ടു. അപ്പൊ അദ്ദേഹം അവിടെ നോർമലായിട്ട് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പട്ടി അടിക്കാൻ ഓടിച്ചിട്ടപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക? അല്ലെ, നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടും, നമ്മളെ കണ്ണിതാവും, പിന്നെ അതേപോലെ തന്നെ നമ്മള് സലൈവയൊക്കെ ഡിക്രീസ്, പ്രൊഡക്ഷൻസ് ഒക്കെ ഇതാവും, ലങ്സ് ഭയങ്കരമായിട്ട് ബ്രീത്തിങ് എടുക്കാൻ തുടങ്ങും. അല്ലെ, നമ്മൾ കുറെ മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. പക്ഷെ പട്ടി നമ്മളെ കടിക്കാൻ ഓടിച്ചില്ല, പട്ടി തിരിച്ചുപോയി. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ബോഡി പഴയ സിറ്റുവേഷനിലാവാൻ തുടങ്ങും, അല്ലെ, റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് വരാൻ തുടങ്ങും. ആ സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് പാരാസിമ്പത്തറ്റിക്. അപ്പൊ ഈ കൊച്ചിന് ഇവിടെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നില്ലേ? സോ ദാറ്റ് സിറ്റുവേഷൻ ഏതായിരിക്കും? സിമ്പത്തറ്റിക് നെർവ് സിസ്റ്റം. ക്ലിയർ ആണല്ലോ? ഇനി ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്താണെന്നാ ചോദിച്ചത് അല്ലെ, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഇത് തന്നെ നമ്മൾ അഡ്രിനാലിൻ ഗ്ലാൻഡിന്റെ അവിടെ പഠിക്കുന്നുണ്ട്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റിന്റെ അർത്ഥം എന്താ ഉദ്ദേശിക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നില്ലെങ്കിൽ ആ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഫൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫേസ് ഡേഞ്ചർ, ആ ഡേഞ്ചർ സിറ്റുവേഷൻ എന്ത് ചെയ്യാം? ഫേസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് റൺ അവേ, ഓടുക.
ഒന്നില്ലെങ്കിൽ ആ ഡേഞ്ചർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇറങ്ങി അങ്ങോട്ട് ഓടുക. ക്ലിയർ ആണോ? അതാണ് ഈ ഒരു ടേം ഉദ്ദേശിക്കുന്നത്. എമർജൻസി സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്യുന്നതിന് നമ്മൾ ഫൈറ്റ് എന്ന് ഉദ്ദേശിക്കുക. ഇനി അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുക, റൺ അവേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ഈ ഒരു കൺസെപ്റ്റും അറിഞ്ഞിരിക്കുക. ഇനി അങ്ങനെയാണെങ്കിൽ സി ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദിസ് ബോഡി ഹെൽപ്സ് ചേഞ്ചസ് ഇൻ ദിസ് സിറ്റുവേഷൻ? ഇപ്പോൾ ഒരു പറ്റടിക്കാൻ ഒട്ടിച്ചിട്ടു, അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ ബോഡി പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ആയിരിക്കും കാണിക്കുക. എന്ത്, നോർമലി അയാൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പം ഉണ്ടായില്ല, പെട്ടെന്ന് ആ ഒരു ഡോഗ് എന്ത് ചെയ്യുന്നു, ഓടിച്ചിട്ടപ്പോൾ ആ ബോഡി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും. നമ്മൾ ഒന്നാമത്തെ തന്നെ ഇവിടെ പഠിക്കുന്നുണ്ട്, ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സപ്ലൈസ് കൂടും, ബോഡിക്ക് വേണ്ടിയിട്ടുള്ള എനർജി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മോർ എനർജി, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ കൂട്ടി കൊടുക്കുന്നു, എനർജി റിലീസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് ഹാർട്ട് ബീറ്റിലൂടെ ഇതാക്കുക. പിന്നെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യുന്നു, നല്ല രീതിയിൽ ബ്രീത്തിങ് എടുക്കുന്നു, അപ്പൊ നല്ല അളവിൽ ഓക്സിജൻ ഉള്ളിലേക്ക് കയറുന്നു. ക്ലിയർ ആണോ? പിന്നെ പ്യൂപ്പിൾ ഡൈലേറ്റ്, നമ്മുടെ കണ്ണിന്റെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നു, ഡൈലേറ്റ് ചെയ്യുന്നു. നമ്മൾ കണ്ണ് നല്ലോണം തുറക്കുന്നു, ഹെവി ലൈറ്റ്, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് കയറുമ്പോൾ ചെറിയ ലൈറ്റ് ആയപ്പോൾ നമുക്ക് നല്ല ഒബ്ജക്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് ആ സിറ്റുവേഷൻ കാണാൻ പറ്റും. ക്ലിയർ ആണോ? സോ ഈ പോയിന്റ്സ് 2-3 പോയിന്റ്സ് എന്ത് ചെയ്താൽ മതി, എക്സാമ്പിൾ ആയിട്ട് കൊടുത്താൽ മതി. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഹൗ ദീസ് ബോഡി ചേഞ്ചസ് ഹെൽപ്സ് ഇൻ ദിസ് സിറ്റുവേഷൻ. സിറ്റുവേഷൻസ് മാറ്റാൻ ഈ ബോഡീസിൽ വരുന്ന ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. നമ്മൾ റീസൺസ് നമ്മൾ പഠിച്ചു, ഹാർട്ട് ബീറ്റ് കൂടും, അത് കൂടും, ഇതിങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷെ നമ്മൾ ബേസിക് നോളജ് ഇട്ട് അറിയുക. ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ ബ്ലഡ് ഫ്ലോ കൂടും, ബ്ലഡ് ഫ്ലോ കൂടുമ്പോൾ നമുക്ക് എനർജി അല്ലെ, മസിൽസിലേക്ക് വേണ്ട കുറേ എനർജി ചെല്ലും, അപ്പൊ നമുക്ക് നല്ല ഓടാനുള്ള ബൂസ്റ്റ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ ലങ്സ് വികസിക്കും, എക്സ്പാൻഷൻ നടക്കും. അപ്പൊ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ എയർ ഉള്ളിലേക്ക് കയറുന്നു, നല്ല രീതിയിൽ ബ്രീത്ത് എടുത്ത് നമുക്ക് ഓടാൻ പറ്റുന്നു. ക്ലിയർ ആണോ? പിന്നെ അതേപോലെ തന്നെ പ്യൂപ്പിലർ ഡൈലേറ്റ് ചെയ്യും, നമ്മൾ കണ്ണ് നല്ല രീതിയിൽ ഡൈലേറ്റ് ചെയ്യും. അപ്പൊ ആ സമയത്ത് ലൈറ്റ് കണ്ണിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒബ്ജക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനിയാണ് ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു ചാപ്റ്റർ കണക്ഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഈ ഡി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. വിച്ച് ഹോർമോൺ സപ്പോർട്ട് ദിസ് റിയാക്ഷൻ? അല്ലെ, നമ്മൾ എമർജൻസി സിറ്റുവേഷൻ പഠിക്കുന്നത് ഈ ചാപ്റ്ററിൽ, ഹോർമോൺസ് പഠിക്കുന്നത് വേറെ ചാപ്റ്ററിൽ. അപ്പൊ കണക്ഷൻ ക്വസ്റ്റ്യൻസും ഇതേപോലെ ചോദിക്കാം. ഇവിടെ എമർജൻസി സിറ്റുവേഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ ആണ് അഡ്രിനാലിൻ. എന്താ വിളിക്കുക? അഡ്രിനാലിൻ ഓർ നോൺ അഡ്രിനാലിൻ. ക്ലിയർ ആണല്ലോ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നല്ല രീതിയിൽ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനിയാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ന്യൂറോണിന്റെ അവസാനത്തെ ഭാഗമാണ് എന്ത്? ഒരു ന്യൂറോണിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മളുടെ സിനാപ്റ്റിക് നോബ്. എന്താ വിളിക്കുക? സിനാപ്റ്റിക് നോബ്. ഒരു ന്യൂറോണിന്റെ അവസാനത്തെ ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് നോബും. ഇനി രണ്ടാമത്തെ ന്യൂറോണിന്റെ തുടക്കമാണ് എന്ത്? ഡെൻഡ്രൈറ്റ്. എന്താ വിളിക്കുക? ഡെൻഡ്രൈറ്റ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും നമുക്ക് രണ്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. ഇത് ഒന്നാമത്തെ ന്യൂറോണും രണ്ടാമത്തെ ന്യൂറോണും. ഒന്നാമത്തെ ന്യൂറോൺ നമുക്ക് എന്തെന്ന് വിളിക്കാം? പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. ഇതൊന്ന് അറിഞ്ഞിരിക്കുക, പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ. രണ്ടാമത്തെ ന്യൂറോണെ വിളിക്കുന്ന പേരാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, നമുക്ക് എന്താണ് സിനാപ്സ്? നമ്മുടെ സൈഡിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സിനാപ്സ് റിലേറ്റഡ് ആയിട്ടുള്ള 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെയാണ് ഇവരൊരു എന്താ പറയാ, ഒരു ന്യൂറോണിന്റെ അടുത്ത ന്യൂറോണിലേക്ക് എന്ത് ചെയ്യുന്നതാണ്? ഈ പറയുന്ന ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ഫ്രം വൺ ന്യൂറോൺ ടു നെക്സ്റ്റ് ന്യൂറോൺ ഈസ് നോൺ ആസ് സിനാപ്സ്. ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് പാസ് ചെയ്യുന്ന ആ ഒരു ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് സിനാപ്സ് ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ. അതാണ് ഒരു ക്വസ്റ്റ്യൻ. ന്യൂറോൺ ടു ന്യൂറോൺ ആണ് അല്ലെ, ന്യൂറോൺ ടു ന്യൂറോൺ ആണ് സിനാപ്സ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആർ സിനാപ്സസ് ഫൗണ്ട് എനിവേർ എൽസ് ഇൻ ദി പെരിഫറൽ നെർവ് സിസ്റ്റം? ഒരിക്കലും ന്യൂറോൺ ടു ന്യൂറോൺ മാത്രമാണോ സിനാപ്സ് കാണുന്നത്? അല്ല. ന്യൂറോൺ ടു സെല്ല് എന്ത് ചെയ്യും? സിനാപ്സ് കാണാം. ന്യൂറോൺ ടു മസിൽ, ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ന്യൂറോൺ ടു മസിൽ, ന്യൂറോണും ഉണ്ട് മസിൽസിലും എന്ത് കാണുന്നുണ്ട്? ഇതേപോലെ സിനാപ്സ് ഉണ്ട്. അപ്പൊ നമുക്കൊരു പേര് വിളിക്കാലോ, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. എന്താ വിളിക്കുക? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. മക്കളെ സിമ്പിൾ ആണ്. ഒരു ന്യൂറോൺ അടുത്ത ന്യൂറോണിൽ ഇമ്പൾസ് പാസ് ചെയ്യുന്നു പഠിച്ചു, അതിനെ നമ്മൾ സിനാപ്സ് എന്ന് വിളിക്കുക. ഈ പെരിഫറൽ നെർവ് സിസ്റ്റത്തിൽ സിനാപ്സ് ന്യൂറോൺസിൽ മാത്രമാണോ കാണുന്നത്? അല്ല. പെരിഫറൽ നെർവ് സിസ്റ്റം നമ്മളെ മസിൽസും കൂടി റിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നെർവ് നേരെ മസിൽസിനായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് തമ്മിലുള്ള ഇമ്പൾസ് അവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്? ന്യൂറോണും മസിലും അല്ലേ?
അങ്ങനെയാണെങ്കിൽ ആ ജംഗ്ഷനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ. അതാണ് റീസൺ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഗിവ് റീസൺ. ക്ലിയർ ആണല്ലോ? How does the peripheral nerve system regulate the various physiological activities that take place beyond our consciousness? അതായത് നമ്മുടെ ബോഡിയിൽ എന്താ പറയുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളെ ബോഡി എന്താ ചെയ്യാന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നോർമൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാ മക്കളെ? എന്തൊക്കെയാ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ബോഡി എന്തൊക്കെയാ കാണിക്കുക? ഒന്ന്, ഹാർട്ട് ബീറ്റിൽ ഉണ്ടാവുന്ന മാറ്റം, ഹാർട്ട് ബീറ്റ് കൂട്ടുക, പ്യൂപ്പിലറി ഡൈലേഷൻസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലങ്സ് എന്ത് ചെയ്യുക? എക്സ്പാൻഷൻ നടക്കാം. നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് നമ്മളെ സിമ്പത്തറ്റിക് ഫീച്ചേഴ്സ് ആണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ, കോൺഷ്യസ് ലെവലിൽ വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് എന്താ ചെയ്യുക? ഹാർട്ട് ബീറ്റ്, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇറങ്ങി ഓടലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ ഓടുന്ന ഭാഗമായിട്ട് നമ്മളെ ബോഡി കുറെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അല്ലെ? പെരിസ്റ്റാലിസിസ് ഫാസ്റ്റ് ആക്കുന്നു, നമ്മളെ യൂറിൻ റിട്ടേൺ ചെയ്യുന്നു, ലങ്സ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു, നമ്മുടെ സലൈവ പ്രൊഡക്ഷൻസ് ഇതാവുന്നു, പ്യൂപ്പിലറി ഡൈലേഷൻ വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ അവിടെ ബിയിൽ ആൻസർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ നമ്മൾ സി ക്വസ്റ്റ്യൻ നോക്കാം. സി ക്വസ്റ്റ്യൻ വരുന്നത്, ദ പാർട്ട് ഓഫ് നെർവ് സിസ്റ്റം പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദി സ്പോണ്ടേനിയസ് റെസ്പോൺസ് ടു സ്റ്റിമുലേ. അതായത് നമ്മളെ നെർവ് സിസ്റ്റത്തിന്റെ ഏത് പാർട്ടാണ്? ഫോർ എക്സാമ്പിൾ സ്പോണ്ടേനിയസ് റെസ്പോൺസ് ആണ് എന്താ അർത്ഥം? എൻ്റെ കാലിൽ ഒരു മുള്ളുത്തി കയറി, അപ്പൊ തന്നെ ഞാൻ കാല് എന്ത് ചെയ്തു? വലിക്കുന്നു. ഒരു സ്പോണ്ടേനിയസ് റെസ്പോൺസ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? ആ സ്പോണ്ടേനിയസ് റെസ്പോൺസ് നടക്കുന്നത് ഏത് ഭാഗത്തിലാണ്? ആ സ്പോണ്ടേനിയസ് റെസ്പോൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആക്ഷൻ അല്ലെ? ഈ റിഫ്ലെക്സ് ആക്ഷൻസ് മീഡിയേറ്റ് ചെയ്യുന്നതും നമ്മളുടെ ഇതേപോലെ തന്നെ നെർവ് സിസ്റ്റമാണ്. ആ ഏത് നെർവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻട്രൽ നെർവ് സിസ്റ്റത്തിലെ ഒരാളാണ് ആര്? നമ്മളുടെ സ്പൈനൽ കോഡ്. ആരാണ്? സ്പൈനൽ കോഡ്. സ്പോണ്ടേനിയസ് റെസ്പോൺസ് ഇതാക്കുന്നത് നമ്മളെ CNS ആണ്. CNS-ലെ തന്നെ ഒരാളാണ് ആര്? സ്പൈനൽ കോഡ്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയാ, സിനാപ്സ് റിലേറ്റഡ് ഉള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഐഡന്റിഫൈ എക്സ് ആൻഡ് വൈ. എക്സ് ആൻഡ് വൈ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. നമ്മൾ എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന സിനാപ്റ്റിക്, പ്രീ സിനാപ്റ്റിക് ന്യൂറോണും, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വേണമെങ്കിൽ രണ്ടായിട്ട് പറയാം, പ്രീ സിനാപ്റ്റിക്കും പോസ്റ്റ് സിനാപ്റ്റിക്കും. ഓർ ഇതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സിനാപ്റ്റിക് ആണ്, വൈ ഉദ്ദേശിക്കുന്നത്, വൈ വരുന്നത് നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്. ആരാണ്? ഡെൻഡ്രൈറ്റ്. ഒന്നാമത്തെ ന്യൂറോണിന്റെ അവസാനത്തെ ഭാഗം സിനാപ്റ്റിക് നോബും രണ്ടാമത്തെ ന്യൂറോണിന്റെ തുടക്ക ഭാഗമാണ് ആര്? നമ്മളെ ഡെൻഡ്രൈറ്റ്. ഈ രണ്ട് സെൽസിനെ നമുക്ക് വേറൊരു പേരും കൂടി വിളിക്കാം, പ്രീ സിനാപ്റ്റിക്കും പോസ്റ്റ് സിനാപ്റ്റിക്കും. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഹൗ ഡസ് ദി എക്സ് ഇൻഫ്ലുവൻസ് വൈ ഇമ്പൾസ് ട്രാൻസ്മിഷൻ? ഓക്കെ, ഈ സിനാപ്റ്റിക് നോബ് എങ്ങനെയാണ് നമ്മളുടെ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം, ഈ ആരോ മാർക്കിലൂടെ നമ്മൾ ആക്സോണിലൂടെ എന്ത് വരുന്നു? ഇലക്ട്രിക്കൽ ഇമ്പൾസ് വരുന്നു. എന്ത് വരുന്നു? ഇലക്ട്രിക്കൽ ഇമ്പൾസ് വന്ന് നേരെ നമ്മളുടെ ഇതിനെ വിളിക്കുന്ന പേരാണ് സിനാപ്റ്റിക് വെസിക്കിൾസ്. എന്താ വിളിക്കുക? സിനാപ്റ്റിക് വെസിക്കിൾസ്. ഈ സിനാപ്റ്റിക് വെസിക്കിൾസ് ബ്രേക്ക് ചെയ്തിട്ട് എന്ത് റിലീസ് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. എന്ത് റിലീസ് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് എവിടെ വന്ന് വീഴുന്നത്? ഡെൻഡ്രൈറ്റിലെ റിസെപ്റ്റേഴ്സ് ഉണ്ടാവും. എന്തുണ്ടാവും? റിസെപ്റ്റേഴ്സ്. അങ്ങനെ റിസെപ്റ്റേഴ്സിന് എന്ത് കിട്ടുന്നു? അപ്പൊ ഒന്നാമത്തെ ന്യൂറോണിന്റെ ഇമ്പൾസ് ഇപ്പൊ എവിടെ ചെന്നു? രണ്ടാമത്തെ ന്യൂറോണിൽ ചെന്നു. സോ എക്സ് ഇല്ലെങ്കിൽ അവിടെ എക്സിന്ന് ഈ സാധനം റിലീസ് ചെയ്തില്ലെങ്കിൽ വൈയിൽ എന്ത് കിട്ടില്ല? ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കില്ല. സോ എക്സിൽ വരുന്ന ഈ ഇമ്പൾസ്, ദാറ്റ് ഇസ് സ്റ്റിമുലൈ, നമ്മളുടെ സിനാപ്റ്റിക് ന്യൂറോൺ, സിനാപ്റ്റിക് നോബിൽ ചെന്ന് അവിടുന്ന് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്താൽ മാത്രമേ ബിക്ക്, അതായത് വൈ എന്ന് പറയുന്ന പോർഷൻ ഡെൻഡ്രൈറ്റിന് എന്ത് കിട്ടുള്ളൂ? സ്റ്റിമുലസ് കിട്ടുള്ളൂ. ക്ലിയർ ആണല്ലോ? ഈ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നല്ല രീതിയിൽ കവർ ചെയ്യുക. ക്ലിയർ ആണല്ലോ മക്കളെ? സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. നമ്മൾ ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മളുടെ മനുഷ്യന്റെ അല്ലെങ്കിൽ ഓരോ ജീവജാലങ്ങളുടെയും ആദ്യം മോസ്റ്റ് എന്താ പറയുക, എല്ലാ ജീവജാലങ്ങളുടെയും ഒരു കോമൺ ആൻസസ്റ്റർ, നമുക്ക് എല്ലാവർക്കും ഒരു പൂർവികരുണ്ട് അല്ലെ? നമ്മുടെ ഫാദറിന്റെ നിങ്ങൾ ഒരു ഇത് നോക്കുമ്പോൾ ഒരു പൂർവികരുണ്ട്. നമുക്കൊരു എന്താ പറയാ, ഇന്ന് ഈ കാണുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു കോമൺ പൂർവികരുണ്ട് എന്നാണ് നമ്മളൊരു സെല്ലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ സെല്ലിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂക്ക. നിങ്ങൾ മറക്കരുത്, ലൂക്ക ഈസ് കൺസിഡർ ആസ് ദി ലീസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസസ്റ്റേഴ്സ്. ക്ലിയർ ആണല്ലോ? ആ ലൂക്കയിൽ നിന്നാണ് ഈ പറയുന്ന എല്ലാ ജീവജാലങ്ങളും ഡൈവേഴ്സിഫൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്തേക്കുന്നത്? ഇവോൾവ് ചെയ്തേക്കുന്നത്. സോ അത് റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഏതൊക്കെയാണ് ആ ബ്രാഞ്ചസ്. നമുക്കറിയാം ഫസ്റ്റ് വരുന്നതാണ് ബാക്ടീരിയ, പിന്നെ വരുന്നതാണ് എന്ത്? ആർക്കിയ, പിന്നെ ആണ് നമ്മളുടെ യൂക്കാരിയ. ഇതാണ് 3 ഡൊമൈൻസ്. നമ്മൾ 9th നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. 3 ഡൊമൈൻസ് ഏതൊക്കെയാണ് അല്ലെ? ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയ.
ഓക്കെ, ബാക്ടീരിയ. ആർക്കിയ എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തില്ല? ദേ ആർ പ്രോക്യാരിയോട്ടിക്. പ്രോക്യാരിയോട്ടിക്കിന്റെ അർത്ഥമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദേ ഹാവ് നോ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇല്ല. മൈറ്റോകോൺട്രിയ, അതേപോലെ തന്നെ റൈബോസോ, ഈ പറയുന്ന സെൽ ഓർഗൻസ് ഒന്നും ഇല്ലാത്ത ഒരു ആൾക്കാരാണ് നമ്മളെ ആർക്കിയ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അനലൈസ് ദ പൊസിഷൻ ഓഫ് ആർക്കിയ ഇൻ ദി പ്രൊവൈഡഡ് എവല്യൂഷണറി ട്രീ റിലേറ്റഡ് ടു ബാക്ടീരിയ ആൻഡ് യൂക്കാരിയ. നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് ബാക്ടീരിയ, യൂക്കാരിയ, ആർക്കിയ, യൂക്കാരിയ. ഓക്കെ, യൂക്കാരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കിയ മീൻസ് പ്രോക്യാരിയോട്ടിക് ആണെങ്കിൽ യൂക്കാരിയ എന്ന് പറഞ്ഞാൽ യൂക്കാരിയോട്സ്. ഇവർക്ക് എന്തുണ്ട്? സെല്ലില് ഡിഫൈൻഡ് ആയിട്ട് എന്തുണ്ട്? ന്യൂക്ലിയസും ഉണ്ട്, അതേപോലെ തന്നെ ഓർഗനൽസും ഉണ്ട്. നമ്മൾ ഓർഗനൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന കമ്പാർട്ട്മെന്റ്സ്. ഏതൊക്കെയാണ്? സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ്, പിന്നെ അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ, ഗോൾഗി ബോഡീസ്, ഇതൊക്കെയാണ് നമ്മൾ വരുന്നത്. സോ ഈ ഒരു ചാർട്ടിൽ നിന്ന് നിങ്ങൾ ഈ ചാർട്ട് നന്നായിട്ട് പഠിക്കുക. ആ ചാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. സോ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, വാട്ട് ഡസ് ദിസ് പൊസിഷൻ സജസ്റ്റിംഗ് ദി അബൌട്ട് ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി 3 ഡൊമൈൻസ്? ആ പൊസിഷൻസ് ഒന്ന് നോക്കിയേ. ഒരു പൊസിഷനിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഇവിടെ ആർക്കിയ, മക്കൾ ഇപ്പൊ തന്നെ ശ്രദ്ധിക്കുക, ആർക്കിയയും അതേപോലെ തന്നെ യൂക്കാരിയയും. ആർക്കിയ എന്ന് പറഞ്ഞാൽ അവർ ആരാ? പ്രോക്യാരിയോട്സ് ആണ്. യൂക്കാരിയ എന്താ? അവർ യൂക്കാരിയോട്സ് ആണ്. ഇവർക്ക് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. സെല്ലിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. ഇവർക്ക് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. സോ ഇവര് തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? എന്താ? ഒരാൾക്കില്ല. ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഇവോൾവ് ചെയ്തിട്ടാണ് ഉണ്ടായി വന്നത്. അപ്പോൾ ആർക്കിയെന്നാണ് എന്തുണ്ടായത്? യൂക്കാരിയ ഉണ്ടായത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരുമാണ് എന്ത്? മോസ്റ്റ് റിലേറ്റഡ് കോമൺ ആൻസിസ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, ഒരു ഡയഗ്രമാറ്റിക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മക്കളെ ഈ പിക്ചറിന് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഈ ബ്രാഞ്ചിങ് ഒക്കെ നോക്കുക. ഒന്ന്, ഈ ആർക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ന്യൂക്ലിയസ് ഇല്ല. പ്രോക്യാരിയോട്സ് ആർക്കിയനെ വിളിക്കുന്ന വേറെ പേരാണ് പ്രോക്യാരിയോട്സ്. അവർക്ക് എന്തില്ല? ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസോ സെൽ ഓർഗനൈസ് ഒന്നുമില്ല. ഇവരിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടാണ് ആരുണ്ടായത്? നമ്മളുടെ യൂക്കാരിയോട്സ് ഉണ്ടായത്. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മൾ എ ക്വസ്റ്റിന്റെ ആൻസർ പറയുന്നത്. ഇനി ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയയും ഈ പറയുന്ന ആർക്കിയയും തമ്മിൽ യാതൊരു റിലേഷൻസ് വരുന്നില്ല. ഈ ബാക്ടീരിയൻ ഏറ്റവും കൂടുതൽ റിലേഷൻസ് വരുന്നില്ല എന്നല്ല, മോസ്റ്റ് പ്രോബ്ലി ഏറ്റവും കൂടുതൽ റിലേഷൻസ് വരുന്നത്, ഓക്കെ, എവല്യൂഷൻ ബേസ്ഡ് റിലേഷൻഷിപ്പ് വരുന്നത് ആരൊക്കെ തമ്മിലാ? ആർക്കിയയും യൂക്കാരിയയും തമ്മിലാണ് ഒരു റിലേഷൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് കിങ്ഡം ഹാവ് ഫോംഡ് മോസ്റ്റ് റീസെന്റ് എവല്യൂഷണറി ട്രീ? നമുക്കറിയാം യൂക്കാരിയ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയാ? ഈ 3 സ്പീഷീസിൽ റീസെന്റ് ആയിട്ട് വന്നേക്കുന്നത്. ദാറ്റ് ഈസ് ആരൊക്കെയാ? നമ്മളെ പ്ലാന്റേ എന്ന് പറയുന്നത് നമ്മളെ പ്ലാന്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഫംഗൈ എഴുതാം, പിന്നെ അതുപോലെ തന്നെ ആനിമേലിയ. ഇതൊക്കെയാണ് മോസ്റ്റ് റീസെന്റ് ആയിട്ട് വന്നേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി which ancestor is most related to the kingdom fungi, plantae and animalia? അല്ലെ, ഈ 3 ആൾക്കാർ ഏറ്റവും കൂടുതൽ ആരായിട്ടാണ്? 3 ഡൊമൈൻസ് നമ്മൾ പഠിച്ചല്ലോ, ബാക്ടീരിയ, ആർക്കിയ, യൂക്കാരിയ. ഈ പറയുന്ന 3 ആൾക്കാർ ഏറ്റവും കൂടുതൽ ക്ലോസ് റിലേഷൻ വരുന്നത് ആരായിട്ടാ? ഇവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇവർക്ക് 3 പേരും മൾട്ടി സെല്ലുലാർ ആണ്. ഇവർ 3 പേരാണ് മൾട്ടി സെല്ലുലാർ. ഇവർക്ക് 3 പേർക്ക് എന്തുണ്ട്? ഇഷ്ടംപോലെ സെൽസ് ഉണ്ട്. ഒന്നിലധികം സെൽസ് ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് മൾട്ടി സെല്ലുലാർ. ഓക്കെ, മൾട്ടി സെല്ലുലർ ആണ്. ഇവർക്ക് എല്ലാവർക്കും എന്തും ഉണ്ട്? ന്യൂക്ലിയസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ ന്യൂക്ലിയസ് എവിടുന്ന് കിട്ടി? ഈ പറയുന്ന പ്ലാന്റ്, ആനിമേലിയ, ഫംഗൈ, ഇവർക്കൊക്കെ ന്യൂക്ലിയസ് എവിടുന്ന് കിട്ടി? ദാറ്റ് ഈസ് ഇവർക്ക് എല്ലാവരുടെയും ഇവോൾവ്മെന്റ്, ദാറ്റ് ഈസ് ഇവരുടെ ഒക്കെ കോമൺ ആൻസിസ്റ്റർ ആയിട്ട് വരുന്നത് ആരാ? യൂക്കാരിയോട്സ് ആണ്. ദാറ്റ് ഈസ് യൂക്കാരിയ. ക്ലിയർ ആണല്ലോ? ബിക്കോസ് ഇവിടെ വൈ എന്നൊരു ആൻസർ കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം എഴുതണം. Because eukarya have multicellular, they have a defined nucleus ഉണ്ട്. ഇത് തന്നെ ആർക്കും ഉണ്ട്, ഈ പറയുന്ന കിങ്ഡത്തിൽ വരുന്ന ആൾക്കാർ. ദാറ്റ് ഇസ് ഫംഗൈ, പ്ലാന്റ്, ആനിമേലിയസ്, എല്ലാത്തിനും ഈ പറയുന്ന ഫീച്ചേഴ്സ് ഉണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? നിങ്ങൾ അതേപോലെ തന്നെ ഈ ലൂക്കന്റെയും MRCന്റെയും ഫുൾ ഫോം കൂടി പഠിക്കുക. ലൂക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കോമൺ ആൻസിസ്റ്റർ, ഒരു സെല്ലിൽ നിന്നിട്ടാണ് എല്ലാവരും ഉണ്ടായെന്നാ പറയാം. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. പിന്നെ അതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് തന്നെ പിന്നെ എന്താ പറയുക, പുതിയ ഫീച്ചേഴ്സ് പിന്നീടാണ് വരുന്നത്. പുതിയ ക്യാരക്ടേഴ്സ് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. സോ അതാണ് ഈ റെഡ് ഡോട്ടിൽ കൊടുത്തേക്കുന്നത്. ഈ ഡോട്ടാണ് MRCA, മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസിസ്റ്റേഴ്സ്. ക്ലിയർ ആണല്ലോ? ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് ഒന്ന് പഠിക്കുക. ഓക്കെ, നമുക്കൊരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ലമാർക്കിസം നമ്മൾ ഡാർവിനിസം സെയിം തന്നെയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ലമാർക്കിസത്തിന്റെയും ഡാർവിനിസത്തിൻ്റെ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ നമ്മൾ ലമാർക്കിസത്തിന്റെ പ്രിൻസിപ്പിൾ ഏതാ, അക്വയർഡ് ക്യാരക്ടേഴ്സിന്റെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ്. നമ്മൾ നേരത്തെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു, ഷോർട്ട് നെക്ക് ജിറാഫുകൾ അക്കോർഡിംഗ് ടു ലമാർക്ക് ആണെങ്കിൽ ഷോർട്ട് നെക്ക് ജിറാഫുകൾക്ക് എന്ത് സംഭവിച്ചു, അവരുടെ ജീനുകൾ അക്വയർഡ് ക്യാരക്ടേഴ്സ് അക്യുമുലേറ്റ് ചെയ്ത് തലമുറ കഴിയുന്തോറും ജിറാഫുകൾക്ക് കഴുത്ത് നീണ്ടെന്നാണ് ലമാർക്കിസത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡാർവിനിസം പറയുന്നത് ആ സമയത്ത് ഷോർട്ട് നെക്കഡും ഉണ്ട് ലോങ് നെക്കുള്ള ജിറാഫ്സും ഉണ്ട്. ഷോർട്ട് നെക്കഡ് ജിറാഫ്സ് കംപ്ലീറ്റ്ലി എന്തായി പോയി, ഫുഡ് കിട്ടാതെ കൊണ്ടിട്ട് അവർ കംപ്ലീറ്റ്ലി എലിമിനേറ്റഡ് ആയി പോയി. ഈ ലോങ് നെക്ക് ജിറാഫുകളാണ് പിന്നീട് അവരുടെ ബോഡിയിൽ എന്താ പറയുക വേരിയേഷൻസ് സംഭവിച്ച് ആ വേരിയേഷൻസ് എല്ലാം അക്യുമുലേറ്റ് ചെയ്ത് പുതിയൊരു ഓർഗാനിസത്തിന് അവർ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് നമ്മളുടെ ഡാർവിന്റെ തിയറി. എന്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജിറാഫ് മീൻസ് നമ്മളുടെ ജിറാഫിന്റെ കൺസെപ്റ്റ് ആയിട്ടുള്ള ലമാർക്കിസത്തിന്റെ തിയറിയും ഡാർവിനിസത്തിന്റെ തിയറിയും കമ്പൈൻ ചെയ്ത് പറയുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഒരു കമ്പാരിസൺ ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനം വരുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ, അല്ലെങ്കിൽ എമർജൻസി അല്ല, എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു മുള്ളോ അല്ലെങ്കിൽ തോൺ നമ്മളുടെ കാലിലേക്ക് പിയേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചൂട് സർഫസിൽ നമ്മൾ കൈ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മൾ കൈ അനക്കാതെ അവിടെ വെക്കലാണ് നമ്മൾ ചെയ്യുന്നത്, അല്ല സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കൈ വലിക്കുന്നു. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വലിയൊരു ഹെവി വണ്ടി നമ്മൾ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് നമ്മൾ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്പോണ്ടേനിയസ് റിഫ്ലെക്സ് ആക്ഷൻ. എന്താ വിളിക്കുക, സ്പോണ്ടേനിയസ് റിഫ്ലെക്സ് ആക്ഷൻ. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ തോൺ ആക്സിഡന്റലി പിയേഴ്സ് ഇൻ ദി ഫുഡ്, കാലിലേക്ക് കയറി. ഇനി അതെന്ത് ചെയ്ത് പതുക്കെ അതിൽ നിന്ന് ആ ലെഗ് അതിൽ നിന്ന് വിഡ്രോ, കാലതിൽ നിന്ന് വലിച്ചെടുത്തു. പിന്നെ തോൺ ഇസ് ടേക്കൺ ഔട്ട് സ്ലോലി, പതുക്കെ സ്ലോ എന്ത് ചെയ്തു, ആ മുള്ള് പറിച്ച് പുറത്തേക്ക് എടുത്തു. നമുക്കറിയാം സ്റ്റിമുലൈ ഉണ്ട്, റിസപ്റ്റ് അല്ലെ. സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, റെസ്പോൺസ് ഉണ്ടാക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് സ്റ്റിമുലൈ. സ്റ്റിമുലൈനെ വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ. ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ ആലോചിക്കുക. റിസപ്റ്റർ എന്തുണ്ടാക്കും, റിസപ്റ്റർ ഇമ്പൾസ് ഉണ്ടാക്കും. ഈ ഇമ്പൾസ് ആണ് പിന്നീട് എന്താക്കുന്നത്, നമ്മളെ ബോഡിയിൽ ചെന്നിട്ട് എന്താണോ റെസ്പോൺസ് അത് മാറ്റി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്റ്റിമുലൈയും റെസ്പോൺസ് ആരൊക്കെ ആയിരിക്കും മക്കളെ, നമ്മളെ സ്റ്റിമുലൈ ഇവിടെ ആരാ, നമ്മുടെ സ്റ്റിമുലൈ ഇവിടെ വരുന്നത് തോണാണ് കുത്തിക്കയറുന്നത്. അപ്പൊ തോൺ കുത്തിക്കയറുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, വി ക്രിയേറ്റ് അല്ലെങ്കിൽ വി സെൻസ് പെയിൻ, നമുക്ക് അവിടെ നല്ല പെയിൻ ഉണ്ടാവും. ഓക്കെ, സോ അതാണ് നമ്മളുടെ സ്റ്റിമുലൈ. ഇനി ഇവിടെ റെസ്പോൺസ് എന്താ, വിഡ്രോവൽ ഓഫ് ദി ലെഗ്. നമ്മൾ എന്ത് ചെയ്യുന്നു, റെസ്പോണ്ട് എന്താ, നമ്മളെ ലെഗ് എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഒരു കണ്ടീഷൻ തന്നിട്ട് ഇതിൽ സ്റ്റിമുലൈ ഏതാണ്, റെസ്പോണ്ട് ഏതാണെന്ന് ആ സെന്റൻസ് തന്നെ നന്നായിട്ട് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? റെസ്പോൺസ് ഉണ്ടാക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്ത്, സ്റ്റിമുലൈ. സ്റ്റിമുലൈനെ വാങ്ങിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റിസപ്റ്റർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇമ്പൾസിന്റെ ആക്ഷൻസ് മൂലമാണ് നമ്മളെ ബോഡിയിൽ ചെന്ന് ബ്രെയിനോ സ്പൈനൽ കോഡിൽ ചെന്ന് നമ്മളെ ബോഡിക്ക് എന്ത് കിട്ടുന്നു, നമ്മളെ ബോഡിക്ക് ഒരു റിഫ്ലെക്സ്, തിരിച്ചൊരു എന്താ പറയുക റെസ്പോണ്ട് കിട്ടുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? അങ്ങനെയാണെങ്കിൽ വിച്ച് ഇസ് ദി കോൺഷ്യസ് റെസ്പോണ്ട്. നമ്മുടെ കോൺഷ്യസ് ആയിട്ട് നമ്മളിവിടെ എന്താ ചെയ്യുക, ഒരു കാലിൽ ഒരു മുള്ള് വരിക കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ എന്താ ചെയ്യുക, ആ മുള്ള് പതുക്കെ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്തെടുക്കുന്നതാണ്, അല്ലെങ്കിൽ ആ മുള്ള് പറിച്ചെടുക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മളത് ചെയ്യുന്ന പരിപാടി. ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. കോൺഷ്യസ്, ഈ വാക്കിന്റെ അർത്ഥമൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇത് അർത്ഥം മനസ്സിലാവുള്ളൂ. കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മളവിടെ എന്താ നമ്മൾ ചെയ്യുക, ആ മുള്ള് കാലിന് എന്ത് ചെയ്യുന്നു, പറിച്ചെടുക്കുന്നു. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനി വാസ് ദി ലെഗ് വിഡ്രോ ആഫ്റ്റർ ദി സെൻസിങ് ദി പെയിൻ. നമ്മൾ എന്ത് ചെയ്തു, കാലിൽ മുള്ളു കയറുന്നു, കാല് നമ്മൾ പതുക്കെ വലിച്ചെടുക്കുന്നു. ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ട് അല്ലെ, നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താ, റിഫ്ലെക്സ് ആക്ഷൻ. എന്താ വിളിക്കുക, റിഫ്ലെക്സ് ആക്ഷൻ. ഈ റിഫ്ലെക്സ് ആക്ഷന്റെ പാത്വേനെ വിളിക്കുന്ന പേരാണ് റിഫ്ലെക്സ് ആർക്ക്. എന്താ വിളിക്കുക, റിഫ്ലെക്സ് ആർക്ക്. ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ആ റിഫ്ലെക്സ് ആർക്ക് എങ്ങനെയായിരിക്കും അല്ലെ, നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചതാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വരുന്നത് ആരാ, റിസപ്റ്റർ ഒരാളെ വാങ്ങിക്കണം അല്ലെ. ആരാ അത്, നമ്മളുടെ സ്റ്റിമുലൈ. ഓക്കെ, സ്റ്റിമുലസ് വരുന്നു, ആര് വാങ്ങിക്കുന്നു, നമ്മളുടെ ബോഡിയിലെ റിസപ്റ്റേഴ്സ് വാങ്ങിക്കുന്നു. ഈ റിസപ്റ്റേഴ്സ് നേരെ അത് സെൻസ് ചെയ്യുന്നു. അവരെ വിളിക്കുന്ന പേരാണ് എന്ത്, സെൻസറി ന്യൂറോൺ. ഈ സെൻസറി ന്യൂറോണിന്റെ ഫംഗ്ഷൻ ബോഡി പാർട്ടിലെ ആ ഓർഗൻ സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നേരെ നമ്മളെ ഇന്റർ ന്യൂറോണിന് പാസ് ചെയ്യാം. ആർക്ക് കൊടുക്കാം, ഇന്റർ ന്യൂറോൺ. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്രെയിനോ സ്പൈനൽ കോഡിനോ പാസ് ചെയ്യും. ആർക്ക് പാസ് ചെയ്യും, ബ്രെയിനോ സ്പൈനൽ കോഡ് പാസ് ചെയ്തിട്ട്
അവിടുന്ന് ഇത് തിരിച്ച് നമ്മുടെ മസിലിലേക്ക് കൊടുക്കും. കാരണം കാല് നമുക്ക് വലിക്കണം ബാക്കിലേക്ക്. അപ്പൊ ആ ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് മോട്ടോ ന്യൂറോൺ ആണ് അതിനെ ഹെൽപ്പ് ചെയ്യണത്. ഈ മോട്ടോ ന്യൂറോൺ തിരിച്ച് നമ്മളുടെ എഫക്റ്റർ മസിലിൽ കൊടുക്കും. ഏത് ഭാഗത്തോണോ മുള്ളു കയറിയേക്കുന്നത് ആ മസിലിലേക്ക് കൊടുക്കും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാല് വിഡ്രോ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സപ്പോസ് നമ്മൾ കാലില് ഒരു മുള്ള് കയറി എന്ന് വിചാരിക്കുക, നമുക്കത് സെൻസിങ്ങേ കിട്ടുന്നില്ല, കാല് കയറിയിട്ടുണ്ടെന്നേ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? ഈ പറയുന്ന ഇമ്പൾസ് ട്രാൻസ്മിഷൻ സംതിങ് എറർ അല്ലെങ്കിൽ ബ്ലോക്കേജ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇമ്പൾസ് ട്രാൻസ്മിഷൻ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ റെസ്പോണ്ട് അവിടെ നടക്കില്ല. ക്ലിയർ ആണല്ലോ മക്കളെ? ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു റീജൻ പറയുന്നുണ്ട് അല്ലെ. നമ്മുടെ ബ്രെയിനിലെ ഒരു ഭാഗമാണ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ്. ഓക്കെ, ഈ സെറിബ്രൽ കോർട്ടെക്സ് റിലേറ്റഡ് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ഹ്യൂമൻ നിയോ കോർട്ടെക്സ്. നമ്മുടെ സെറിബ്രം കോർട്ടെക്സ് അല്ലെങ്കിൽ സെറിബ്രം കോർട്ടെക്സിന്റെ മോഡിഫൈഡ് വേർഷൻ വിളിക്കുന്ന പേരാണ് എന്ത്, നിയോ കോർട്ടെക്സ്. ഈ കോർട്ടെക്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടെയ്ൻസ് ബില്യൺസ് ഓഫ് ന്യൂറോൺസ് ഫോമിംഗ് ട്രില്യൺസ് ഓഫ് സിനാപ്സ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ സിനാപ്സും ന്യൂറോൺസ് ഒക്കെ ഉള്ള ഒരു റീജിയൻ ആണ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സ്. ഇതിനേലും ഇരട്ടിയിൽ കൂടുതൽ, ഏകദേശം ബില്യൺസ് ഓഫ് ന്യൂറോൺസും ഉണ്ട്, ട്രില്യൺസ് ഓഫ് സിനാപ്സും ഉണ്ട്. ഇതുണ്ടെങ്കിൽ ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് നിയോ കോർട്ടെക്സ്. നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ നിയോ കോർട്ടെക്സ് ഉണ്ടെങ്കിൽ മനുഷ്യനും ആനിമൽസ് തമ്മിലൊരു ബെറ്റർ ചേഞ്ച് ഉണ്ടാവും. മക്കൾ ഒറ്റ ആൻസർ ഉള്ളൂ. നമുക്കറിയാം ഇവിടെ എന്ത് കൂടിയിട്ടുണ്ട്, ഇൻക്രീസിങ് ദി സിനാപ്സിന്റെ അളവ് കൂടിയിട്ടുണ്ട് അല്ലെ. സിനാപ്സിന്റെ അളവ് കൂടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ന്യൂറോൺസിന്റെ അളവ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിജീവികളായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ സിനാപ്സും അതുപോലെ തന്നെ സിനാപ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഓർത്തെടുത്താൽ നമുക്ക് കുറെ നേരം ഓർമ്മിക്കാനും പറ്റും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ മറന്നുപോലും, പെട്ടെന്ന് നമ്മൾ ബ്രെയിൻ അത് റീകോൾ ചെയ്തെടുക്കും. എന്താ പറയുക, റീസണിങ്ങും അഡാപ്ഷനും എല്ലാം എബിലിറ്റി, എഫിഷ്യൻസി എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ നമ്മളുടെ IQ ഇന്റലിജൻസിന്റെ അളവ് കൂടും. പിന്നെ അതുപോലെ തന്നെ തിങ്കിങ് കേപ്പബിലിറ്റി കൂടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഡാപ്റ്റിവിറ്റീൻ്റെ ഇത് കൂടും, കേപ്പബിലിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും റീസണിങ്, റീകോളിങ്, ഇതൊക്കെയാണ് ഈ പറയുന്ന നിയോ കോർട്ടെക്സിന്റെ ഇതിൽ വരുന്നത്. നിയോ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് കണ്ടെയ്ൻ സോ മെനി ന്യൂറോൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് സിനാപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യനിക്ക് ആനിമൽസിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേപ്പബിലിറ്റി, ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം വരുന്നുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇനിയാണ് മക്കളെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് റിലേറ്റഡ് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം, 4 സ്പീഷീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, ചിമ്പാൻസി, മാൻ, ഗൊറില്ല, ഗിബോൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ, ദാറ്റ് ഈസ് ഏകദേശം മനുഷ്യന്റെയും ചിമ്പാൻസിന്റെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 96 to 98 വരെയും മനുഷ്യനും ചിമ്പാൻസിന്റെ ഏകദേശം ഒരു സിമിലാരിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന്റെയും ചിമ്പാൻസിന്റെയും ഏകദേശം ഒരു എന്താ പറയുക എക്സാക്ട് DNA ഇത് സെയിം ആയിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് ആ ഗ്രാഫിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ആനിമൽ ഹാസ് മോസ്റ്റ് സിമിലർ DNA ടു മാൻ? ആരോടാ? നമുക്കറിയാം അല്ലെ, ചിമ്പാൻസി. നമ്മുടെ ചിമ്പാൻസിനോടാണ് ഏറ്റവും കൂടുതൽ DNA മാച്ച് ആയിട്ട് കാണിക്കുന്നത്. ഇനി വാട്ട് ഇസ് ദ ഹയർ പെർസെൻറ്റേജ് ഓഫ് DNA സിമിലാരിറ്റി ഇൻഡിക്കേറ്റ് അബൌട്ട് ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ്? ഏറ്റവും കൂടുതൽ DNA മാച്ച് ആവുന്നത് എപ്പോഴാണ്? അവരുടെയും അല്ലെങ്കിൽ ചിമ്പാൻസിന്റെയും മനുഷ്യന്റെ ഏകദേശം സിമിലർ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പഠിച്ചില്ല, മറ്റേ ഹീമോഗ്ലോബിന്റെ കണ്ടീഷൻ. ഹീമോഗ്ലോബിന്റെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡ്സിന്റെ സീക്വൻസും മനുഷ്യന്റെ ഹീമോഗ്ലോബിന്റെ ഇത് റൺ ചെയ്ത് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും എക്സാക്ട് സെയിം ആണ്. സോ സിമിലാരിറ്റീസ് വരും. DNA മാച്ച് ആണെങ്കിൽ മോർ ക്യാരക്ടേഴ്സ് സിമിലർ. ക്ലിയർ ആണല്ലോ? കുറെ ക്യാരക്ടേഴ്സ് വെനെവർ DNA മാച്ചസ് വിത്ത് എ ഓർഗാനിസം ദാറ്റ് ഇൻഡിക്കേറ്റ്സ്, എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് കൂടുതലാണെന്നാണ് ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ മക്കളെ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് വരുന്നത്, ദാറ്റ് ഈസ് ഹ്യൂമൻ ആം ആൻഡ് ബാറ്റ് വിങ്സ് ആർ എക്സാമ്പിൾ ഫോർ ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ്. നമ്മൾ എവല്യൂഷന്റെ ബേസിൽ നമ്മൾ പഠിക്കുമ്പോൾ അല്ലെ, എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോസിൽസിന്റെ ബേസിലാണ് പഠിക്കുക. ഫോസിൽസ് നമ്മൾ പഠിച്ചു. ചിലപ്പോൾ എന്താ പറയാ, ഈ പറയുന്ന മനുഷ്യന്റെ ഫോറാംസും ചീറ്റന്റെ ഫോറാംസും ഏകദേശം സെയിം ആണ്, സ്ട്രക്ചറലി സെയിം ആണ്. ഓക്കെ, ഫങ്ഷണലി വ്യത്യാസമുണ്ട്. അപ്പോൾ സ്ട്രക്ചറലി സെയിമും ഫങ്ഷണലി വ്യത്യാസമാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്
ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ്. എന്താ വിളിക്കുക? ഹോമോലോഗസ് സ്ട്രക്ചേഴ്സ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹ്യൂമൻ ആൻഡ് ബാറ്റ് വിങ്. ഓക്കെ, ദേ ആർ എക്സാമ്പിൾസ് ഫോർ ഹോമോലോഗസ്. അവർ സ്ട്രക്ചർ വൈസ് സിമിലർ ആണെങ്കിൽ പക്ഷെ ഫങ്ഷൻസ് വ്യത്യാസമാണ്. അത് നിങ്ങൾ അടിവരായിട്ട് തന്നെ പറയാം. ചിലപ്പോൾ നമ്മൾ ആനിമൽസിനെ എവല്യൂഷൻ ബേസ് നോക്കുമ്പോൾ ഈ ബോഡീൻ്റെ സ്ട്രക്ചേഴ്സും ബോണിൻ്റെ സ്ട്രക്ചേഴ്സും ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എവല്യൂഷൻ അല്ലെങ്കിൽ ഫോസിൽസ് പോലെ തന്നെ നമ്മൾ എവല്യൂഷൻ നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ സ്റ്റഡി ചെയ്യാൻ നമ്മൾ എന്തും കൂടി എടുക്കും? ഈ പറയുന്ന ബോണിൻ്റെ സ്ട്രക്ചേഴ്സും ബോണിൻ്റെ ഫോർമേഷനും ഇതൊക്കെ നമ്മൾ എന്തിലൂടെ പഠിക്കുന്നുണ്ട്? ഹോമോലോഗസ് സ്ട്രക്ചേഴ്സിലൂടെ പഠിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഡിസ്ക്രൈബ് വൺ സിമിലാരിറ്റീസ് ഇൻ ദിയർ ബോൺ സ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വേറെ എക്സാമ്പിൾ ആണ് ഫോർ ലിംബ് ഓഫ് മാൻഡം, അതേപോലെ തന്നെ ചീറ്റന്റെയും ഇവരെ രണ്ടുപേരും ഒരു ഏകദേശം ബോൺ ഫോർമേഷൻ എന്താ? സിമിലറാ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്പൈറ്റ് ദ സ്ട്രക്ചർ സിമിലാരിറ്റീസ് വാട്ട് ഇസ് എ പ്രൈമറി ഫംഗ്ഷൻ ഡിഫറൻസ് ഇൻ ദി ഹ്യൂമൻ ആൻഡ് ബാറ്റ് വിങ്? അല്ലെ, സെയിം തന്നെ. നമ്മൾ ഓൾറെഡി അനാറ്റമിക്കലി ദർ ബോൺ സ്ട്രക്ചേഴ്സ് സിമിലർ ആണെങ്കിലും ദർ ഫങ്ഷൻസ് ഇസ് ടിപ്പിക്കലി എൻറ്റയർലി ഡിഫറെന്റ്. ബാറ്റ് വിങ്സ് യൂസ് ചെയ്യുന്നത് പറക്കാനായിട്ടാണ് യൂസ് ചെയ്യുക, പക്ഷെ അതിന്റെ മോഡിഫൈഡ് സ്ട്രക്ചേഴ്സ് ആർ സിമിലർ. ഇനി വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹ്യൂമൻ ആമും ബാറ്റ് വിങ്സ് അവർ പറക്കാനായി യൂസ് ചെയ്യണമെങ്കിൽ നമ്മളുടെ ഹ്യൂമൻസിന്റെ ആം നമ്മൾ ഫങ്ഷണലി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ എവല്യൂഷന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും, എവല്യൂഷൻ നമ്മൾ ഒരിക്കലും ഫോസിൽസ് മാത്രമല്ല, മോളിക്കുലർ ബയോളജി നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതേപോലെ തന്നെ സ്ട്രക്ചർ വൈസും അനാറ്റമിക്കൽ സ്ട്രക്ചർ വൈസും മോർഫോളജിക്കൽ സ്ട്രക്ചേഴ്സും നമ്മൾ എന്തിൽ നോക്കും? ആനിമൽസിനെ കമ്പയർ ചെയ്യാനും എവല്യൂഷൻ ബേസ് നോക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ദാറ്റ് ഈസ് സഹെലാൻട്രോപ്പസിന്റെ ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആ ഫ്ലോ ചാർട്ടും എക്സാമിന് ചോദിക്കും. ഓരോ ഫ്ലോ ചാർട്ടിൽ നിങ്ങൾ സൈഡിൽ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്, അതും കൂടി പഠിക്കുക. ബ്രെയിൻ കപ്പാസിറ്റീസും കൂടി പഠിക്കാം. അല്ലെ, നമ്മൾ ആ ഫ്ലോ ചാർട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതാം. ദാറ്റ് ഈസ് സഹെലാൻട്രോപ്പസ് ചാഡൻസിസ്, അതാണ് നമ്മളുടെ ആദ്യം വരുന്നത്. ഓക്കെ, ഈ സഹെലാൻട്രോപ്പസ് ചാഡൻസിസ് പിന്നെ നമ്മൾ താഴത്തേക്കാ പോകുന്നത്. അല്ലെ, ബ്രെയിൻ കപ്പാസിറ്റി കൂടി കൂടി തന്നെയല്ലേ. നെക്സ്റ്റ് വന്നതാണ് ആര്? ഓസ്ട്രാലോപെത്തിക്കസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് എന്തോ? ഹോമോ ഹാബിലസ്. ഈ പറയുന്ന വെബ് എന്താ പറയാ, സ്റ്റോൺ ടൂൾസ് ഉപയോഗിച്ച് കുറെ വെപ്പൺസ് ഉണ്ടാക്കി ഹണ്ടിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയ ഒരു ഇതാണ് എന്ത്? ഹോമോ ഹാബിലസ്. അപ്പൊ എക്സാമിന് ചോദിക്കും വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഓഫ് ഹോമോ ഹാബിലസ്. അങ്ങനെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആ പോർഷൻസ്, എൻറ്റയർ പോർഷൻസ് എന്ത് ചെയ്യുക? നന്നായിട്ട് കവർ ചെയ്യാം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെയാണ് നമ്മളുടെ ഹോമോ ഹാബിലസ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഹോമോ ഇറക്ടസ് കഴിഞ്ഞാൽ വരുന്നതാണ് അടുത്ത ഇതാണ്, ദാറ്റ് ഈസ് ഹോമോ നിയാൻഡർതാലൻസിസ്. ലാസ്റ്റ് വൺ ആണ് നമ്മളെ മോഡേൺ മാൻ എന്നറിയപ്പെടുന്ന ഹോമോ സാപ്പിയൻസ്. ക്ലിയർ ആണല്ലോ മക്കളെ? സോ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഈ ചാപ്റ്ററിന്റെ എൻറ്റയർ പോർഷൻസ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓരോ ടോപ്പിക് വൈസ് നിങ്ങൾ ആദ്യം എവല്യൂഷൻ പഠിക്കുക. എവല്യൂഷൻ നന്നായിട്ട് പഠിച്ച ശേഷം മാത്രം, എവല്യൂഷൻസിന്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്തിലേക്ക് വരാം? ന്യൂറോൺസ് അല്ലെങ്കിൽ നെർവ് സിസ്റ്റത്തിന്റെ പോർഷൻസും കൂടി കംപ്ലീറ്റ് ആക്കുക. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അത്യാവശ്യം എന്താ പറയുക, ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അതുകൊണ്ട് ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ്, എവറി ടോപ്പിക്സ്, എവറി കോർണേഴ്സ് എന്ത് ചെയ്യുക? നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഈ ചാപ്റ്റർ പ്രിപ്പയർ ചെയ്യാൻ. ക്ലിയർ ആണല്ലോ മക്കളെ? സോ നമുക്ക് ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ബൈ.